നരേന്ദ്രമോദി സർക്കാരിന് ക്രെഡിറ്റ് പോകരുതെന്നുള്ള ഒറ്റ ദുരുദ്ദേശം കൊണ്ട് മാത്രം ഒരു പദ്ധതി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ ക്ലാരിറ്റി ഒന്ന് ക്ലാരിഫൈ ചെയ്യാവോ? അത് നിങ്ങളുടെ മിടുക്കാണ്. ആരാണ് പറഞ്ഞത്? ഏത് BJP കാരനാണ് പറഞ്ഞത് കേരളത്തിൽ RRTs കൊണ്ടുവരുന്നു? കേരളം കടത്തിലാണ്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ രൂപരേഖ മാത്രമാണ്. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1 ലക്ഷത്തിൽ പരം കടമാണ് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തിട്ട് പോയത്. അത് വർദ്ധിച്ച് ഇപ്പൊ 5 ലക്ഷം കോടി. ഓരോ മനുഷ്യന്റെയും ശിരസിലാണ് വന്ന് നിൽക്കുന്നത്. ഈ വന്ദേ ഭാരത് കേരളത്തിൽ വന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടാണ്. ഇത് കേരള സർക്കാരിന് ആ കാഴ്ചപ്പാടില്ല. ഞങ്ങൾക്ക് ആ കാഴ്ചപ്പാട് കുറച്ച് ബുദ്ധിമുട്ട്. സർക്കാർ ആശുപത്രികളിൽ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന കോൺട്രാക്ടർമാരും സപ്ലയർമാരും നിർത്തി. അവരുടെ ആദ്യമേ കുടിശ്ശിക കിടക്കി. അംഗനവാടി ടീച്ചർമാര്, ഹെൽപ്പേഴ്സ്, വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ്, അവർക്ക് ആക്ച്വലി കിട്ടേണ്ട ഒരു സാലറി ആണോ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? എന്നോട് എല്ലാവരും ചോദിക്കും, ഈ ചെറുപ്പക്കാരെ വിദേശത്ത് പോകുന്നതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? പെർമനന്റ് ആയിട്ട് ഒറ്റ സൊല്യൂഷൻ ഉള്ളൂ, കമ്മ്യൂണിസം ഇല്ലാതാവും. ആൾക്കാർക്ക് BJP യോടുള്ള ഒരു അപ്രോച്ച്, പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്താനുള്ള ചിന്താശേഷി ഈ സർക്കാരിനില്ല, വിഷനില്ല. എന്തെങ്കിലും ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ തന്നെ പാർട്ടിയും അവരുടെ തന്നെ പ്രസ്ഥാനം അവർ വലിച്ചു താഴെ. ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്. ആ ലീഡറിന് കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടാവണം. ആ ലീഡറിന് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണം. ആ ലീഡറിന് അതിനുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവും. എന്താണ് ഈ ഗുജറാത്ത് മോഡൽ എന്ന് പറയുന്നത്? പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് വയവന്ദന എന്ന് പറഞ്ഞൊരു സ്കീം കേരളം അതിൽ ഒപ്പുവെക്കുന്നില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ സഹായമുണ്ടെങ്കിൽ ഈ തിരുവല്ല നേരിടുന്ന ഈ വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കും. BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ അട്ടിമറി ഞങ്ങൾ അന്നേരം മാറ്റും. ഏതെല്ലാം നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികളുണ്ടോ അതെല്ലാം നമ്മൾ ഇവിടെ നടപ്പിലാക്കും. പക്ഷേ ഇവിടുത്തെ ഒരു MLA അവിടെ പോകും, ഇവിടുത്തെ ഫ്ലൈറ്റ് ചാർജും ഫ്ലൈറ്റ് ടിക്കറ്റും പിടിച്ച് ഞാൻ പോകുന്നവരാരും പോകും. പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. അബ്സല്യൂട്ട്ലി. മുസ്ലിം എന്ന പേര് ഒരു പാർട്ടിയുടെ പേരായിട്ട് കൊണ്ടു നടക്കുന്നവരാണ് BJP വർഗീയരെന്ന്. BJPയുടെ മുകളിൽ ഇങ്ങനെ ഒരു ടാഗ് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളായി ശ്രമിച്ചു. ഇപ്പൊ വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് അതിനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഹ്യൂജ് ആന്റി ഇൻകംബൻസി പിണറായി വിജയനെതിരെ ഉണ്ട്. ഈ BJP കാരണം തകർക്കപ്പെട്ട ഏതെങ്കിലും ഒരു പള്ളി കേരളത്തിലുണ്ടോ? ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ ഒരു വികസനത്തിന്റെ രാഷ്ട്രീയത്തിന് ഡിബേറ്റ് നടത്താൻ ഇവരാരും തയ്യാറാവില്ല. ജനങ്ങൾ അത്ര വിഡ്ഢികളൊന്നുമല്ല. ജനങ്ങൾ ഇത് അത്യാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ സർക്കാരിന്റെ പൈസ വകയിരുത്തിയിട്ടില്ല സർക്കാർ. കേരള രാഷ്ട്രീയത്തിൽ വാക്കുകൾക്കപ്പുറം നിലപാട് കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന ചില നേതാക്കളുണ്ടാവും. സംഘടനാ പ്രവർത്തനത്തിന്റെ അടിത്തറയിൽ നിന്ന് സംസ്ഥാന തലത്തിലേക്ക് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഇന്ന് നമ്മോടൊപ്പം. കേരളത്തിന്റെ വികസനം, യുവജനങ്ങളുടെ രാഷ്ട്രീയം, ഭാവിയുടെ ഭരണദിശ ഇവയെക്കുറിച്ച് തെളിഞ്ഞ അഭിപ്രായമുള്ള ഒരു നേതൃ സാന്നിധ്യം. ഭാരതീയ ജനതാ പാർട്ടി കേരളം സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ജോസഫ് ഇന്നത്തെ നമ്മുടെ പ്രത്യേക അതിഥി. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അപ്പം ആരാണ് ആക്ച്വലി അനൂപ് ആന്റണി ജോസഫ് എന്ന് പറഞ്ഞാൽ? അനൂപ് ആന്റണി ജോസഫ് ഒരു സാധാരണക്കാരനൊക്കെ തന്നെയാണ്. ഒരു സാധാരണ നാട്ടിൻപുറത്താണ് വളർന്നതും പഠിച്ചതും ഒക്കെ. കോളേജ് വരെയൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു പൊളിറ്റിക്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉള്ള ഒരു കുടുംബത്തിലല്ല ഞാൻ ജനിച്ചത്. സാധാരണ ഒരു കർഷകനായ ഒരു ഫാദറും ഒരു ടീച്ചറായ അമ്മയുടെയും മകനായിട്ടാണ് ജനിച്ചത്. പക്ഷെ പിന്നീട് കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കോളേജ് സമയത്ത് തന്നെ കുറച്ചുകൂടി സാമൂഹികമായ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കുറച്ചുകൂടി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാൻ സാധിച്ചു. അപ്പം അതുകൊണ്ട് പിന്നീട് എന്നെ പതുക്കെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചു എന്ന് വേണം അത് പറയാൻ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സത്യം പറഞ്ഞാൽ ഞാനൊരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. സത്യം പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എല്ലാ മലയാളികളെയും എല്ലാ യുവാക്കളെയും പോലെ എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോകണം, ഒരു കരിയർ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് എഞ്ചിനീയറിംഗ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഡെസ്റ്റിനി ലീഡ്സ് യു ടു സംവെയർ എൽസ്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ എഞ്ചിനീയറിംഗിന് ശേഷം ഞാൻ പിന്നീട് ഈ പറഞ്ഞതുപോലെ കുറച്ച് ദേശീയ പ്രസ്ഥാനങ്ങളുമായി അടുക്കുകയും അതിൽ പ്രവർത്തിച്ചു തുടങ്ങുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായി ഞാൻ ഡൽഹിയിലെത്തി. അങ്ങനെ ആ ഡൽഹിയിൽ നിന്നാണ് എൻ്റെ രാഷ്ട്രീയ യാത്ര തുടങ്ങുന്നത്. എങ്ങനെയാണ് വിവേകാനന്ദ കേന്ദ്രത്തിലോട്ട് എത്തിപ്പെടുന്നത്? വിവേകാനന്ദ കേന്ദ്രത്തിലേക്ക് എത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമൊക്കെ ആയിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചു വരുമ്പോൾ മാന്യ P പരമേശ്വർജി, ഞങ്ങളുടെയൊക്കെ എന്താ പറയുക ഗുരുസ്ഥാനീയനായ പരമേശ്വർജിയുടെ ഒരു എന്താ പറയുക ഇതിന് അനുഗ്രഹാശിസുകൾ ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പം അന്ന് വിവേകാനന്ദ കേന്ദ്രം, കന്യാകുമാരി ഹെഡ്ക്വാർട്ടർ ആയിട്ടുള്ള വിവേകാനന്ദ കേന്ദ്രം, അതിന് ഡൽഹിയിൽ പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഡൽഹിയിൽ പ്രവർത്തിക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സജഷൻ തന്നെ തന്നത് പരമേശ്വർജിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡൽഹിയിൽ എത്തുന്നത്. അപ്പോൾ പരമേശ്വർജിയുടെ കാരണം അദ്ദേഹം വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ കൂടെ അന്ന് പ്രസിഡന്റ് ആയിരുന്നു, ദേശീയ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് എത്തുന്നത്. അത് ഡൽഹിയിൽ എത്തുമ്പോൾ എനിക്ക് കേന്ദ്രത്തിൻ്റെ ചുമതലകൾ തന്നത് ആദ്യമായിട്ട് എനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെയും പിന്നീട് JNUവിൻ്റെയും ആയിരുന്നു. കാരണം ഞാനൊരു കോളേജ് പഠിത്തം കഴിഞ്ഞിറങ്ങിയ എന്താ പറയുക ഒരു വിദ്യാർത്ഥിയെ പോലെ ആ പ്രായത്തിലുള്ള ഒരാൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ കോളേജ് കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതാണ് കൂടുതൽ ഉചിതം എന്ന് കരുതിയിട്ടാവാം ഡൽഹി യൂണിവേഴ്സിറ്റി, JNU തുടങ്ങിയ സ്ഥലങ്ങളിൽ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് എന്നെ ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോവുകയും. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോയപ്പോൾ വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു തിങ്ക് ടാങ്ക്
വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ തന്നെ ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ട് ഡൽഹിയിൽ തുടങ്ങി. ഓ. അപ്പോൾ അന്ന് ശ്രീ അജിത് ദോവൾ അതിൻ്റെ ഡയറക്ടറായിട്ട് വരികയും അപ്പം ഒരു പുതിയ ടീമിനെ അവിടെ നിശ്ചയിച്ചു. അപ്പോൾ ആ ടീമിൻ്റെ ഭാഗമായിട്ട് എനിക്കും പ്രവർത്തിക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷനിൽ ഒരു റിസർച്ച് ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൂടി ഞാൻ കടന്നു. നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ പോളിസി. യെസ്. അപ്പോൾ നാഷണൽ സെക്യൂരിറ്റി ഫോറിൻ പോളിസി റിസർച്ച് ചെയ്യുന്ന കുറച്ച് ഏതാനും തിങ്ക് ടാങ്കുകൾ ഇന്ത്യയിലുള്ളൂ. അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിരവധി ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം. പിന്നീട് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി ഗവൺമെന്റിൽ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു. പക്ഷെ അദ്ദേഹം 2008 മുതൽ 2014 വരെ അദ്ദേഹം അതിന്റെ ഡയറക്ടറായിട്ട് തുടർന്നു. അപ്പോൾ ആ കാലയളവിൽ എനിക്ക് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു. വിവേകാനന്ദ ഫൗണ്ടേഷനിൽ ഒരു റിസർച്ചർ എന്ന രീതിയിലും പ്രവർത്തിക്കാൻ സാധിച്ചു. കേന്ദ്രത്തിന്റെ ഒരു പ്രവർത്തനം എന്ന രീതിയിലും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. സാറിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അജിത് ഡോവൽ സാറിന്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്? അദ്ദേഹത്തോട് കൂടെ വർക്ക് ചെയ്തപ്പോൾ ഒരു അനുഭവം എന്താണ്? ഇത്രയും ഒരു പെർഫെക്ഷനിസ്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു പെർഫെക്ഷൻ അദ്ദേഹത്തിനുണ്ട്. പിന്നെ എന്ത് ചെയ്താലും അതിനൊരു ഉദ്ദേശം അദ്ദേഹത്തിന്. എവറി ആക്ഷൻ ഷുഡ് ഹാവ് സം ഒബ്ജക്റ്റീവ് എന്നൊരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എന്ത് ചെയ്താലും അതിനൊരു ഒബ്ജക്റ്റീവ്, അതിനൊരു എൻഡ് റിസൾട്ട്. എന്താ പറയുന്നത്, ഇപ്പം ചിലപ്പോൾ നമ്മൾ കർമ്മയോഗി എന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറയുന്നത് പോലെ കർമ്മയോഗയിൽ നമ്മൾ ഫലം ഇച്ഛിക്കരുതെന്നാണ് പറയുന്നതെങ്കിലും എല്ലാ കർമ്മങ്ങൾക്കും ഒടുവിൽ ഒരു വലിയൊരു ലക്ഷ്യം അത് പ്രകൃതി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ പുറകിന് പോകരുതെന്നാണ് കർമ്മയോഗം പഠിപ്പിക്കുന്നത്. പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ആ ലക്ഷ്യത്തിന് പുറകിന് പോവുക. അപ്പം അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് എല്ലാ ഒബ്ജക്റ്റീവുകളും പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ ലക്ഷ്യം, ഭാരതം എന്ന ഈ രാഷ്ട്രം സുരക്ഷിതമായിരിക്കണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്തണം. ഇത്രയും ഫോക്കസ്ഡ് ആയിട്ടൊരു വ്യക്തിയെ ഞാൻ ആ രീതിയിൽ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ വാസ്റ്റ് നോളജ്, ഇപ്പം എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന സെക്യൂരിറ്റി എക്സ്പേർട്സിൽ ലോകത്തിലെ ഏതൊരു സെക്യൂരിറ്റി ചലഞ്ചിനെ കുറിച്ചും, ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിലെ ഏതൊരു സെക്യൂരിറ്റി ചലഞ്ചിനെ കുറിച്ചും അദ്ദേഹത്തിന് ചിലപ്പം ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൻ്റെ സെക്യൂരിറ്റി ചലഞ്ച് പോലും ഇത്രയും ഡീറ്റെയിൽഡ് അറിയാവുന്ന ഒരു വ്യക്തി വരെ ഉണ്ടാവില്ല. ഇന്ത്യൻ ജെയിംസ് ബോണ്ട് അങ്ങനെയൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം അദ്ദേഹം ആ രീതിയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. കേരളവുമായിട്ട് ഒരു നല്ല ബന്ധമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. കേരള പോലീസിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ കരിയർ തുടങ്ങുന്നത്. അങ്ങനെ ഒരു ചരിത്രം കൂടി ഉണ്ട്. കണ്ണൂരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ കരിയർ തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹം ഇന്റലിജൻസിൽ പോയി വളരെ നിർണായകമായ പല റോളുകളും ചെയ്തു. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ നിന്നതുകൊണ്ട് ഒരു വലിയ എക്സ്പോഷർ എനിക്ക് ചെറുപ്രായത്തിൽ കിട്ടി. പിന്നെ നമ്മളെ ഗ്രൂം ചെയ്യും അദ്ദേഹം. എന്താ പറയുക, അദ്ദേഹം ഇത്രയും സീനിയറാണ്, വളരെ ജൂനിയർ ആളായതുകൊണ്ട് ആ രീതിയിൽ അകറ്റി നിർത്തുക അതില്ല. ഓരോ വ്യക്തിയെയും അവരുടെ കഴിവനുസരിച്ച് കൈപിടിക്കാനുള്ളൊരു മനസ്സുള്ളൊരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ടാവണം അദ്ദേഹത്തിന് ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു ടീം അദ്ദേഹത്തോടൊപ്പം ഉള്ളത്. മേ ബി ബിക്കോസ് ഓഫ് ഹിസ് പ്രൊട്ടേജേഴ്സ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളൊരു നല്ല മെൻറ്റർ കൂടിയാണ് അദ്ദേഹം. ഞാൻ അടുത്ത ഇടയ്ക്കും കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ കണ്ടപ്പം എന്താ പറയുക, ഞങ്ങൾ വളരെ ലൈവ്ലി ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. കേരളത്തിൻ്റെ പല കാര്യങ്ങളും അദ്ദേഹത്തോടൊപ്പം സംസാരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിനോടൊപ്പമൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ എന്താ പറയുക, എന്നെ ഞാനാക്കി മാറ്റിയതിലെ ഒരു പ്രധാന ഘടകങ്ങളിലൊന്നാണ്. അത് ശരി. ഈ ചേട്ടനാക്കി മാറ്റിയ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുവാണ്, സ്വാമി വിവേകാനന്ദൻ്റെ ഒരു ഐഡിയോളജിയാണ് ചേട്ടൻ ഫോളോ ചെയ്യുന്നത് ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് സ്വാമി വിവേകാനന്ദ വായിക്കുമായിരുന്നോ? ബുക്സ് വായിക്കുമായിരുന്നോ? ഞാൻ ചെറുപ്പം മുതലേ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എൻ്റെ വീട്ടിലും അമ്മയൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ എഴുത്തുകാരിയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം പുസ്തകങ്ങളുടെ ഒരു ലോകം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പുസ്തകങ്ങൾ ഒത്തിരി ചെറുപ്പം മുതലേ വായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പം അതിൽ സ്വാമി വിവേകാനന്ദൻ യാദൃശ്ചികമായി വായിച്ചു തുടങ്ങി. കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദൻ ഞാൻ ചെറുപ്പത്തിൽ തന്നെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് വ്യക്തമായി അതിനകത്ത് എനിക്ക് ഇതുവരെ ഞാൻ ഒരു റീഡിങ്സിലും നമ്മുടെ മറ്റു പലരുടെയും പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ പല സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം മനസ്സിൽ നിന്ന് ഭാരതം എന്ന രാഷ്ട്രത്തെക്കുറിച്ചും ഈ ദേശീയതയെക്കുറിച്ചും ഇത്രത്തോളം ഇമോഷണലായി, ഇത്രത്തോളം വ്യാവഹാരികമായി, ഇത്രത്തോളം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വേറൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. സ്വാമിജി എനിക്ക് തോന്നുന്നു സ്വന്തം ജീവനേക്കാൾ ഒരാൾ നമ്മൾ മാതൃരാജ്യത്തെ ഇഷ്ടപ്പെടുക എന്ന് പറയത്തില്ലേ, അതിൻ്റെ ഒരു ജീവിച്ചിരുന്ന ഒരു ബിംബമായിരുന്നു സ്വാമിജി, ഒരു പ്രതീകമായിരുന്നു സ്വാമിജി. അപ്പോൾ സ്വാമിജിയുടെ അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ പോലും ഇന്നും പ്രാക്ടിക്കലാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു കൂട്ടം ചെറുപ്പക്കാരെ തന്നാൽ മാത്രം മതി, ഞാൻ ഈ രാഷ്ട്രത്തെ എന്താ പറയുന്നത്, ഞാൻ പരമോന്നതിയിലേക്ക് എത്തിക്കാം. സത്യം പറഞ്ഞാൽ അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഭാരതത്തിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആണ്. ഭാരതത്തിന്റെ യുവാക്കളുടെ ഒരു ആവറേജ് ഏജ് എന്ന് പറയുന്നത് 29 വയസ്സാണ്. അപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ മാത്രം മതി ഭാരതത്തിന്റെ തലവര മാറ്റാൻ എന്ന് അന്ന് സ്വാമിജി പറഞ്ഞ എത്രത്തോളം കറക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ഗുരു മാത്രമല്ല,
അദ്ദേഹം വളരെ പ്രാക്ടിക്കലായിട്ടുള്ള എല്ലാമായിരുന്നു. സോഷ്യൽ റിഫോമറാണെന്ന് ചോദിച്ചാൽ അതുമായിരുന്നു, ഒരു പൊളിറ്റിക്കൽ ജീനിയസ് ആണെന്ന് ചോദിച്ചാൽ അതുമായിരുന്നു. അദ്ദേഹം ഒരു നല്ല ഇപ്പം JRD ടാറ്റ ഇപ്പം നമുക്കറിയാം, ജംഷഡ്ജി ടാറ്റ. അപ്പം ടാറ്റയ്ക്ക് പോലും ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്, ഇന്ത്യക്ക് സയൻസും ടെക്നോളജിയും ആവശ്യമുണ്ട് എന്ന് ഒരു ഡയറക്ഷൻ കൊടുത്തത് സ്വാമിജിയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ സ്ഥാപിക്കപ്പെടുകയും പിന്നീട് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മേഖലകളിൽ മാത്രമല്ല, സമസ്ത മേഖലകളിലും ഒരു പുരോഗതി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി കൂടിയാണ് സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്വാമിജിയെ പഠിച്ചത് കൊണ്ടാവാം എനിക്ക് എൻ്റെ രാഷ്ട്രത്തോടുള്ള സ്നേഹം, എൻ്റെ രാഷ്ട്രത്തിലെ മനുഷ്യരോടുള്ള സ്നേഹം, മനുഷ്യസ്നേഹം ഇതെല്ലാം വർദ്ധിക്കാനുള്ളൊരു വലിയ കാരണം സ്വാമിജിയാണ്. ഐഡിയോളജി ബേസ്ഡ് ഡിസിഷൻ തന്നെ ആയിരുന്നു. തീർച്ചയായിട്ടും. ഈ ഒരു ഞാൻ ബി ജെ പിയിൽ വരുന്നത് യാദൃശ്ചികമായിട്ടാണെങ്കിലും BJPയുടെ എന്താ പറയുന്നത് പേരന്റ് ഓർഗനൈസേഷനിലാണല്ലോ ഞാൻ അതിന് പ്രവർത്തിച്ചു തുടങ്ങിയത്. ഇപ്പം വിവേകാനന്ദ കേന്ദ്രമാണെങ്കിലും സംഘത്തിലെ മറ്റ് പ്രസ്ഥാനങ്ങളാണെങ്കിലും അതിനെല്ലാം BJPയുമായിട്ടൊരു പൊക്കൽക്കൂടി ബന്ധമുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു ബന്ധമുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ചോയ്സ് തന്നെയായിരുന്നു. എനിക്ക് BJP അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകാൻ സാധിക്കില്ല, അന്നും സാധിക്കുമായിരുന്നില്ല, ഇനിയും സാധിക്കില്ല. കാരണം അത്രത്തോളം ഐഡിയോളജിയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ, ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ആരാണ് ശരിക്കും ആക്ച്വലി ചേട്ടനെ കണ്ടെത്തിയത്? അങ്ങനൊന്നും പറയാൻ എനിക്ക് കൃത്യമായിട്ട് ഉത്തരം ഇല്ല. കാരണം പല ഘട്ടങ്ങളിൽ പല രീതിയിൽ പല ഗുരുക്കന്മാരുടെ അനുഗ്രഹം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പരമേശ്വരിയുടെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ, ധവാൽ സാഹിബിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, പൊളിറ്റിക്സിലും ഇപ്പോൾ പല രീതിയിലുള്ള പല ആളുകളുടെയും ഗൈഡൻസോടു കൂടി മുമ്പോട്ട് പോയൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെയും ആ ഒരു മഹാഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നും ഗുരുസ്ഥാനീയരായി പലരും എന്നെ നേർവഴിക്ക് നയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന വഴിയിൽ പോയി കഴിഞ്ഞാലാണ് നിനക്ക് കുറച്ചുകൂടെ, കാരണം ഓരോ മനുഷ്യർക്കും ഓരോ പ്രകൃതിയുണ്ട്, ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ അനുസരിച്ചുള്ള റൂട്ടിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ. ഇപ്പോൾ കലാകാരനല്ലാത്ത ഒരാൾ കലാകാരനാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സക്സസ്ഫുൾ ആവും? ഇല്ലല്ലോ. എന്ന് പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രകൃതി അനുസരിച്ച് ഇതാണ് എൻ്റെ വഴി എന്ന് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പല സമയങ്ങളിലും പലരും ഉണ്ടായിരുന്നു. അവർ മാർഗമാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ആൾക്കാർക്ക് BJPയോടുള്ള ഒരു അപ്രോച്ച് റൈറ്റ് ആണെന്ന് ചേട്ടന് തോന്നിയിട്ടുണ്ടോ? ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് റൈറ്റ് അപ്രോച്ച് ആയിരുന്നോ ആണ്? ഇത് രണ്ടും സെപ്പറേറ്റ് ചോദ്യങ്ങളാണ്. ഓക്കെ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ BJPയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് 2010 എനിക്ക് ഓർമ്മയുണ്ട്. 2011 അഡ്വാണിജി നയിച്ച ഒരു ജനചേതന യാത്രയുടെ പ്രബന്ധകമായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ഞാൻ. ആ കാലഘട്ടം മുതൽ BJPയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. 2010 ഭാരതീയ ജനതാ പാർട്ടിയെ എങ്ങനെയാണോ കേരളത്തിൽ പെർസീവ് ചെയ്തിരുന്നതും 2025 15 വർഷത്തിന് ശേഷം കേരളത്തിലെ BJP പെർസീവ് ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്, വളരെ വലിയ വ്യത്യാസമുണ്ട്. 2010 ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ 2011 അസംബ്ലി ഇലക്ഷനിൽ എനിക്ക് തോന്നി തിരുവല്ല മണ്ഡലത്തിൽ പോലും അന്ന് കിട്ടിയത് 6000-7000 വോട്ടാണ്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഏതൊരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് കഴിഞ്ഞാൽ 30,000-40,000 വോട്ടിലേക്കൊക്കെ BJP വളർന്നു. ശരിയാണ്. അപ്പോൾ ആ ഒരു വളർച്ചയ്ക്ക് കാരണം ആളുകളുടെ പെർസെപ്ഷൻ മാറിയതുകൊണ്ടല്ലോ. സ്വാഭാവികമായിട്ടും സംഘടനാ ശക്തി കുറഞ്ഞിരുന്ന സമയത്ത് BJPയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ചില ടാബൂസ് ഉണ്ടായിരുന്നു, ചില പെർസെപ്ഷൻസ് ഉണ്ടായിരുന്നു. ആ പെർസെപ്ഷൻസിനെ പൊട്ടിച്ചെറിയാൻ BJPയുടെ സംഘടനാ സംവിധാനത്തിന് സാധിക്കുകയും BJP അങ്ങനെയല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യം ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഇത്രയും വോട്ട് കിട്ടുന്നത്. പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. അബ്സല്യൂട്ട്ലി. BJP മുമ്പോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ്, ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് ആണ് എന്നുള്ള ആ ഒരു വിശ്വാസം ജനങ്ങൾക്കുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും വോട്ട് ചെയ്യുന്നത്. ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 20% വോട്ട് കിട്ടി. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ 5-ൽ ഒരാൾ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണെന്നുള്ള 20ന്റെ അർത്ഥം. അപ്പോൾ നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ട് 20% വോട്ട് കിട്ടുന്നു? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, വികസന കാര്യങ്ങൾ ഇവിടുത്തെ ആളുകൾ കൺവിൻസ്ഡ് ആണ്. അതായത് ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ പൊളിറ്റിക്സിൽ വന്നിട്ട് ആളുകളെ ഒരു കാലത്തൊക്കെ കുറച്ചാളൊക്കെ പറഞ്ഞു പറ്റിക്കാൻ സാധിക്കും, എന്നത്തേക്കുമായിട്ട് സാധിക്കത്തില്ലല്ലോ. 2014 നരേന്ദ്രമോദി പറഞ്ഞു, 2019 പറഞ്ഞു, 2024 വീണ്ടും പറയുമ്പോൾ വീണ്ടും ആളുകൾ കൺവിൻസ് ആവുന്നത് അദ്ദേഹം പറഞ്ഞത് ചെയ്യുന്നത് കൊണ്ടല്ലേ. ഇപ്പൊ അദ്ദേഹം അന്ന് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു ആലപ്പുഴ ബൈപ്പാസ് 2014 നരേന്ദ്രമോദി വാക്ക് കൊടുത്തു, ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 40 കൊല്ലമായി UPAയിൽ 8 കോൺഗ്രസ് മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിട്ടും നടക്കാത്ത ബൈപ്പാസ് ഞാൻ നടപ്പിലാക്കാം. അദ്ദേഹം 4 വർഷം കൂടെ നടപ്പിലാക്കി. അപ്പം പറയുന്നത് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ത്യയുടെ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിനെ മോഡേണൈസ് ചെയ്യും. അദ്ദേഹം വന്നു, വന്ദേ ഭാരത് ട്രെയിനുകൾ വരുന്നു, അമൃത് ഭാരത് ട്രെയിനുകൾ വരുന്നു, സ്റ്റേഷനുകളെല്ലാം നവീകരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ചെയ്യുന്നതുകൊണ്ടല്ലേ. അദ്ദേഹം പറഞ്ഞു ഞാൻ റോഡ് ഗതാഗതം ഏറ്റവും മികച്ചതാകും. കേരളത്തിൽ പോലും നാഷണൽ ഹൈവേയുടെ പ്രൊജക്ടിന്റെ പദ്ധതി തുടങ്ങിയത് ഇപ്പോഴല്ലേ. എന്തുകൊണ്ട് UPAയുടെ ഭരണകാലത്ത് ഈ പറയുന്ന KC വേണുഗോപാലും അങ്ങനെയുള്ള നിരവധി മന്ത്രിമാര് അവിടെ ഉണ്ടായിരുന്നിട്ട് അവർക്ക് ചെയ്തുകൂടാ? 8 മന്ത്രിമാരുണ്ടായിരുന്നു.
അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉള്ള മന്ത്രിമാർ ഇന്ന് കേരളത്തിൽ നിന്ന് BJP ഇല്ല. നമുക്ക് 2 മന്ത്രിമാരുണ്ട്, 8 മന്ത്രിമാരും 2 മന്ത്രിമാരും എവിടെ നിൽക്കുന്നു? അത്രയും മന്ത്രിമാരുണ്ടായിരുന്നിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കാത്തത് കേരളത്തിന് ഉദാഹരണം പറഞ്ഞത്. ഇപ്പം മറ്റു സംസ്ഥാനം ആലോചിച്ച് നോക്കി, കേരളത്തിലെ BJP അധികാരത്തിൽ ഇല്ലായിരുന്നിട്ട് കൂടിയും ഇത്രയും ചെയ്യുന്നെങ്കിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ആളുകൾ ഡബിൾ എഞ്ചിൻ സർക്കാരിന് വീണ്ടും വീണ്ടും വോട്ട് ചെയ്യുന്നത്. ഇപ്പൊ ബീഹാറിൽ ഒരു തവണ വോട്ട് ചെയ്യും, അപ്പം BJP ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ മുദ്രാവാക്യം ഉയർത്തും, ആളുകൾ വിശ്വസിക്കും. അത് കഴിഞ്ഞ് അടുത്ത ഇലക്ഷനിലും ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുമ്പോൾ BJPക്ക് വോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ ഡബിൾ എഞ്ചിൻ സർക്കാർ നടപ്പിലാക്കുന്നു എന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ, അല്ലാതെ വെറുതെ ഒന്നും വോട്ട് ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് ജനങ്ങൾ അത്ര മണ്ടന്മാരൊന്നുമല്ല. ഇത് സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലഘട്ടമാണ്. എത്രയും പലതരത്തിലുള്ള ഇൻഫർമേഷൻസിനൊക്കെ കൃത്യമായി ജനങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയും BJPയെ കുറിച്ചുള്ള ഒരു പെർസെപ്ഷൻ ബിൽഡിംഗ് കാലങ്ങളായിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും നടത്തിയിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് ഇപ്പൊ വർഗീയ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാരാണ് ആരോപിക്കുന്നത്? ജമാഅത്ത് ഇസ്ലാമിയോടൊപ്പം കൈകോർക്കുന്ന കോൺഗ്രസും മുസ്ലിം ലീഗിന്റെ പിടിയിലിരിക്കുന്ന UDF-ഉമാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പരിപാടിക്ക് ഇരുന്നപ്പം അവിടെ ഒരു മുസ്ലിം ലീഗിന്റെ നേതാവുമായിട്ടായിരുന്നു ചർച്ച, സംവാദം. അപ്പൊ ആങ്കർ തന്നെ ചോദിക്കുകയാണ്, മുസ്ലിം എന്ന പേര് ഒരു പാർട്ടിയുടെ പേരായിട്ട് കൊണ്ടു നടക്കുന്നവരാണ് BJP വർഗീയരെന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനെ ഒന്ന് അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ ഒരു പാർട്ടിക്കോ ഞങ്ങൾ ഒരു പ്രസ്ഥാനത്തിനോ ഞങ്ങൾ ഒരു ഐഡിയോളജിക്കോ എതിരല്ല. പക്ഷേ BJPയുടെ മുകളിൽ ഇങ്ങനെ ഒരു ടാഗ് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് കാലങ്ങളായി ഇവർ ശ്രമിച്ചു. കാരണം നമ്മൾ ആലോചിക്കണം, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പൊ കണ്ടോണം, ഇപ്പൊ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പം ഇവിടെ ഒരു ഹ്യൂജ് ആന്റി ഇൻകംബൻസി പിണറായി വിജയനെതിരെ ഉണ്ട്. ഈ തിരുവല്ല മണ്ഡലത്തിൽ ഉദാഹരണത്തിന് ശ്രീ മാത്യു ടി തോമസ് MLA-ക്കെതിരെ ഒരു ഹ്യൂജ് ആന്റി ഇൻകംബൻസി ഉണ്ട്. ഞാനിപ്പോൾ ഏത് മുക്കിലും മൂലയിലും പോയാലും ആളുകൾ പറയുന്നതാണ് അദ്ദേഹം ഒന്നും ചെയ്തില്ല. അദ്ദേഹം ഒരു യാഥാർത്ഥ്യമാണ്. എത്ര ഉദാഹരണങ്ങൾ എടുത്ത് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം? അപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ ആന്റി ഇൻകംബൻസിക്കെതിരെയുള്ള വോട്ട് പോകുന്നത് ഒരു ഒപ്പോസിഷനിലിരിക്കുന്ന ഒരാൾക്കായിരിക്കുമല്ലോ. അപ്പോൾ ഒപ്പോസിഷനിലിരിക്കുന്ന ആൾ അദ്ദേഹത്തിന് ഫസ്റ്റ് എന്ത് ഫാക്ടറിലായിരിക്കണം അദ്ദേഹത്തെ മെഷർ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് ഇവിടുത്തെ ഡെവലപ്മെന്റ് ചെയ്യാൻ കഴിവുണ്ടോ എന്നുള്ള ഫാക്ടറിലായിരിക്കത്തില്ല മെഷർ ചെയ്യേണ്ടത്. അപ്പം വികസനം കൊണ്ടുവരാൻ സാധിക്കുന്ന ആൾ, അതിന് കേന്ദ്ര സർക്കാരിന്റെ സഹായം വേണം, സംസ്ഥാന സർക്കാരിന്റെ സഹായം വേണം, ഇതിനൊക്കെ ഒരു വിഷൻ വേണം, ബന്ധങ്ങൾ വേണം, കഴിവ് വേണം. ഇതെല്ലാം ഉള്ള ഒരാളാവേണ്ട അടുത്ത MLA ആവേണ്ടത്. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ വരുമ്പോഴത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാൻഡിഡേറ്റ് വരുമ്പോൾ ഉടനെ അതിനെ ചെറുക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് ഉടനെ എടുത്തിടും വർഗീയതയുടെ കാർഡ്, മതം എടുത്തിടും. BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എന്താ പറയുക, വർഗീയ ശക്തികളുടെ ഒരു തേരോട്ടമായിരിക്കും. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, 12-13 കൊല്ലമായില്ലേ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ട്? ഈ കേരളത്തില് BJP ശക്തിപ്പെട്ടിട്ട് ഒരു 10-15 കൊല്ലമായി. ഈ BJP കാരണം തകർക്കപ്പെട്ട ഏതെങ്കിലും ഒരു പള്ളി കേരളത്തിലുണ്ടോ? തകർക്കപ്പെട്ട അല്ലെങ്കിൽ BJP കാരണം വംശഹത്യ ചെയ്തപ്പെട്ട അങ്ങനെയല്ല അവർ പറഞ്ഞത്. BJP വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ വംശഹത്യ നടത്തും, BJP വന്നു കഴിഞ്ഞാൽ മറ്റു മതക്കാരെല്ലാം ഇവിടുന്ന് പുറത്താക്കപ്പെട്ട ഒരാളുടെ പേര് പറ. എന്തിന്? CA കൊടുത്തിട്ട് പാകിസ്ഥാനുള്ള ആളെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒരു ക്രൈസ്തവനോ ഒരു ബുദ്ധിസ്റ്റോ ഒരു ഹിന്ദുവോ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ മതപീഡനം അനുഭവിക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ തിരുവല്ലയിൽ അല്ലെങ്കിൽ ഈ കേരളത്തിൽ ഒരു ഉദാഹരണം പറ. ഇതിലാണ് എനിക്ക് വിഷമമുള്ളത്. കാരണം ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ ഒരു വികസനത്തിന്റെ രാഷ്ട്രീയത്തിന് ഡിബേറ്റ് നടത്താൻ ഇവരാരും തയ്യാറാവില്ല. തീർച്ചയായും ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ മുമ്പോട്ട് വെക്കുന്ന വികസിത കേരളം എന്ന ഒരു അജണ്ട മുമ്പോട്ട് വെക്കുമ്പം അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന പാനലിൽ പോലും മറ്റുള്ളവർ വന്നിട്ട് വികസനം ചർച്ച ചെയ്യേണ്ട, നമുക്ക് വർഗീയത ചർച്ച ചെയ്യാം, മതം ചർച്ച ചെയ്യാമെന്നും പറഞ്ഞ് ആ ചാനൽ ഡിസ്കഷനൊക്കെ കൊണ്ടുപോകും. ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷെ BJP ഇനി ജനങ്ങൾ അത്ര വിഡ്ഢികളൊന്നുമല്ല. ജനങ്ങൾ ഇത് അത്യാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൃത്യമായിട്ട് അതുകൊണ്ട് വികസനത്തെ ചർച്ച ചെയ്യും. അതുകൊണ്ട് BJPയുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ആ പെർസെപ്ഷൻ മാറിയിട്ട് BJP എന്ന് പറഞ്ഞാൽ വികസനത്തിന്റെ പാർട്ടിയാണ് എന്നുള്ള പെർസെപ്ഷൻ, അത് അങ്ങനെ ഒരു പെർസെപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ജയിക്കുമോ? ഇല്ല. വികസനത്തിന്റെ പെർസെപ്ഷൻ ഇല്ലായിരുന്നു തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ജയിക്കില്ല. അപ്പോൾ അതുകൊണ്ട് BJP എന്ന് പറയുന്ന പാർട്ടി വികസനത്തിന്റെ പാർട്ടിയാണെന്നുള്ള പെർസെപ്ഷൻ ഈ തെരഞ്ഞെടുപ്പോടുകൂടി എസ്റ്റാബ്ലിഷ് ആവും. ഈ 2026 ബഡ്ജറ്റ് ഇത് ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടോ? കാരണം വേറൊന്നുമല്ല, ഇപ്പം നമ്മൾ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് അതിനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഈ വളരെ നല്ല ചോദ്യമാണ്. ഇതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ടത്, ഈ കഴിഞ്ഞ സമയത്ത് കേരള ബഡ്ജറ്റ് കഴിഞ്ഞു, ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് കഴിഞ്ഞു. ഈ 2 ബഡ്ജറ്റിൻ്റെയും ഒരു ബേസിക് നേച്ചറിലൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കഴിഞ്ഞ ഇത്രയും കാലത്തെ 11 ബഡ്ജറ്റ് എടുത്ത് നോക്കിയാലും അതിനകത്തെല്ലാം ഈ വ്യത്യാസം കാണാൻ സാധിക്കും. കേരള ബഡ്ജറ്റ് വന്നു. കേരള ബഡ്ജറ്റിനകത്ത് അവർ അവതരിപ്പിച്ചപ്പോൾ കണക്കുകൾ വായിച്ചു നോക്കണം. 2,15,000 കോടി രൂപ കേരള സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടാണ്, കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ സാലറി കൊടുക്കണം, എടുത്ത കടം 5 ലക്ഷം കോടി രൂപയുടെ കടമുണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കണം,
ആളുകൾക്ക് പെൻഷൻ കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ 2,15,000 കോടി വെച്ചിരിക്കുന്നത്. 30,000 കോടി രൂപയാണ് വെച്ചിരിക്കുന്നത് ക്യാപെക്സ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്താണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റോഡ് നന്നാക്കണോ, നിങ്ങൾക്ക് പാലം പണിയണോ, നിങ്ങൾക്ക് ഫാക്ടറി പണിയണോ, നിങ്ങൾക്ക് അങ്ങനെയുള്ള വികസന കാര്യങ്ങൾ കൊണ്ടുവരണോ, അതിനുവേണ്ടി വെച്ചിരിക്കുന്ന എത്ര? 30,000 കോടി. മറ്റത് വെച്ചിരിക്കുന്ന എത്ര? 2,00,000 കോടിക്ക് മുകളിൽ. വ്യത്യാസം മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്? എന്തുകൊണ്ടാണ് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിന്റെ ഒബ്ജക്റ്റീവ് ഷോർട്ട് ടേം ആണ്. ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തൽക്കാലം ജനങ്ങളെ സന്തോഷിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം. അവർക്ക് പെൻഷൻ കിട്ടിയാൽ മതി, അവർക്ക് സാലറി കൊടുത്താൽ മതി. അതുപോലും കൃത്യസമയത്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇവിടുത്തെ യുവാക്കൾക്ക് ഇവിടെ നിൽക്കാൻ ഒരു തൊഴിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണം. അതിനു വേണ്ടിയിട്ട് ഫ്യൂച്ചറിലേക്ക് ഒരു പ്ലാനിങ് നടത്തണം. അത് ഈ ബഡ്ജറ്റിലില്ല. അതുകൊണ്ടാണ് എവിടെ 2,00,000 കോടി, ഇവിടെ 30,000 കോടി. അതേസമയത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ ബഡ്ജറ്റ് എടുത്ത് നോക്കണം. നരേന്ദ്രമോദി സർക്കാരിന്റെ ബഡ്ജറ്റ് എടുത്തു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു വികസിത, എപ്പോഴും പറയുന്ന ഒരു സാധനം, ഒരു വികസിത ഭാരതത്തിന്റെ ബഡ്ജറ്റാണ്. എന്താണ് വികസിത ഭാരതത്തിന്റെ ബഡ്ജറ്റ്? ഭാരതം എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രം ശരിയാണ്, 4ാമത്തെ വലിയ GDP ഒക്കെയാണ്. പക്ഷേ നമ്മുടെ ആളുകളുടെ ഒരു വരുമാനം, പെർ ക്യാപിറ്റ എന്നൊക്കെ നമ്മൾ പറയും, പെർ ക്യാപിറ്റ ഇൻകം, വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല രാജ്യങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ്. പാവപ്പെട്ടവരുണ്ട്, ഒരു മിഡിൽ ക്ലാസ്സിലുണ്ട്, ലോവർ മിഡിൽ ക്ലാസ് ഉണ്ട്. അവരുടെ ജീവിത നിലവാരം ഉയർത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ വരുമാനം കൂടണം. വരുമാനം കൂടണമെന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് വേണം. എംപ്ലോയ്മെന്റ് കൂടണമെന്നുണ്ടെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റി കൂടണം. ബിസിനസ് ആക്ടിവിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം. ഈ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ചില ഇൻവെസ്റ്റ്മെന്റുകൾ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഗവൺമെന്റ് നടത്തേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഗവൺമെന്റ് ഹൈവേയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഹൈവേയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മാർക്കറ്റിൽ പൈസ വരുന്നു. മാർക്കറ്റിൽ പൈസ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? അത് എക്കണോമിക് ആക്ടിവിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്നു. എക്കണോമിക് ആക്ടിവിറ്റിയെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആളുകളുടെ കയ്യിൽ പൈസ എത്തുന്നു. ആളുകളുടെ കയ്യിൽ പൈസ എത്തുമ്പോൾ അയാളുടെ ഇൻകം കൂടും. 15,000 രൂപ ഇൻകം ആയിട്ടുള്ള ആളുടെ ഇൻകം പെട്ടെന്ന് 22,000 ആവും, 25,000 ആവും. അപ്പൊ അയാൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. ഇങ്ങനെയാണ് പെർ ക്യാപിറ്റ ഇൻകം കൂടുകയും ഒരാളുടെ ജീവിതം മെച്ചപ്പെടുകയും ചെയ്യുന്നത്. ഞാൻ രണ്ടാമത് പറഞ്ഞ നരേന്ദ്രമോദി സർക്കാരിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം വിഷനുള്ള ബഡ്ജറ്റാണ്. ഷോർട്ട് ടേം ആയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കില്ല. ലോങ് ടേം ആയിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഞാൻ കേരളത്തിന്റെ കാര്യം പറയാം. കേരളത്തിൽ നമ്മുടെ തിരുവല്ല അടക്കമുള്ള ഏറ്റവും അധികം നേരിടുന്ന ഒരു പ്രശ്നം യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നതല്ലേ. അവരുടെ കാര്യം ഞാൻ വളരെ ഡീറ്റെയിൽഡ് പിന്നീട് പറയാം. ഈ യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നതിനെ നമുക്ക് തടയണമെന്നുണ്ടെങ്കിൽ അതൊരു ഗൗരവമായ പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തെ തടയണമെന്നുണ്ടെങ്കിൽ ആ യുവാക്കൾക്ക് ഇവിടെ ജോലി വേണം. ആ ജോലി വേണമെന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ വേണം. ആ സ്ഥാപനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. ആ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ പറ്റുള്ള ഒരൊറ്റ കാര്യം അവർ ഈ ബഡ്ജറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് തിരിച്ചാണ് വേണ്ടത്. നിങ്ങൾ ഈ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ വെട്ടിച്ചുരുക്കിക്കൊണ്ട് പുതിയ റവന്യൂ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ക്യാപെക്സിലാണ് നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് ചെയ്യുന്നില്ല, കാരണം അവർക്കത് വേണ്ട. എന്തുകൊണ്ടാണ് നമ്മുടെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്? നമ്മുടെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ സർക്കാരിന്റെ പൈസ വകയിരുത്തിയിട്ടില്ല സർക്കാർ. ഞാൻ പറഞ്ഞ പോയിന്റ് പിടിയിട്ടോ. ഇതാണ് ഈ 2 ബഡ്ജറ്റും തമ്മിലുള്ള വ്യത്യാസം. ആ ബഡ്ജറ്റിനെ അതുകൊണ്ട് റിഡിക്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഇതൊരു ലോങ് ടേം വിഷനുള്ള ബഡ്ജറ്റാണ്. ഇത് ഒരു എന്താ പറയുന്നത്, ഭാരതത്തെ എവിടെ എത്തിക്കണമെന്ന് കൃത്യമായ ക്ലാരിറ്റി ഉള്ള ബഡ്ജറ്റ് ആയതുകൊണ്ട് അതിനകത്ത് വേറെ കൗണ്ടർ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് അതിനെ റിഡിക്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നവമാധ്യമങ്ങളും നടത്തുന്ന ഒരു പ്രചരണം. ആ ക്ലാരിറ്റി ഒന്ന് ക്ലാരിഫൈ ചെയ്യാവോ? കേന്ദ്രത്തിന്റെ ബഡ്ജറ്റ് നമുക്ക് തരാൻ പോകുന്ന ഒരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി, അതിനകത്ത് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം റെയർ എർത്ത് മിനറൽസിനെ കുറിച്ച് വലിയ ഒരു കോറിഡോറിനെ കുറിച്ച് പറയുന്നു, ഉദാഹരണം മാത്രമാണ്. അങ്ങനെ നിരവധി എക്സാമ്പിൾ. ഇപ്പം നമുക്കറിയാം, ഇപ്പം മലയാളികൾ ഏറ്റവും അധികം 80കളിലും 90കളിലും മൈഗ്രേറ്റ് ചെയ്തൊരു സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊക്കാറോ അല്ലെങ്കിൽ ഭിലായി, റൗർക്കല. എന്താണ് ഈ സ്ഥലങ്ങൾ അറിയാമോ? ഈ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ജാർഖണ്ഡിലും വളരെ പിന്നോക്കമായി ട്രൈബൽ മേഖലയിലേക്ക് കിടന്നിരുന്ന സ്ഥലങ്ങളായിരുന്നു. എന്തിനാണ് മലയാളികൾ അങ്ങോട്ട്, അതും അഭ്യസ്തവിദ്യരായ മലയാളികൾ ഡിഗ്രി പാസ്സായിട്ട് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തത്? എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സ്റ്റീൽ ഇൻഡസ്ട്രി, അയൺ ഓർ ഇൻഡസ്ട്രി, കോൾ ഇൻഡസ്ട്രി, ഈ ഇൻഡസ്ട്രികളുടെ ഹബ്ബായി മാറി. അതായത് ഒരു വികസനവും ഇല്ലായിരുന്ന സ്ഥലത്ത് പെട്ടെന്ന് ഗവൺമെന്റ് അവിടെ പ്ലാൻ ചെയ്ത് ഒരു അയണോറിന്റെ ഹബ്ബാക്കി മാറ്റി, സ്റ്റീലിന്റെ ഹബ്ബാക്കി മാറ്റി. അപ്പൊ സ്റ്റീലിന്റെ ഹബ്ബാക്കിയപ്പോൾ എന്ത് ചെയ്തു? അവിടെ സ്റ്റീലിന്റെ വലിയ വലിയ പ്ലാൻസ് വന്നു. ആ പ്ലാൻസ് വന്നപ്പോൾ അവിടെ ജോലി ചെയ്യണം, അതിന് ആളുകൾ വേണ്ടേ? അപ്പൊ അതിന് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് എത്രയോ പേര് അവിടെ പോയി മൈഗ്രേറ്റ് ചെയ്തു.
ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? റെയർ ഇപ്പൊ കേരളം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളുടെ ഹബ്ബുകളായിട്ട് കേരളം മാറണം. ഇപ്പൊ കേരളത്തിന് ഹബ്ബുകളായിട്ട് മാറാൻ പറ്റുന്ന പല സ്കോപ്പുകളുണ്ട്. ഇപ്പോൾ ഒരിടത്തിന് ടൂറിസം ഹബ്ബായിട്ട് കേരളം മാറാൻ പറ്റും, IT ഹബ്ബായിട്ട് കേരളത്തിന് മാറാൻ പറ്റും. നേരത്തെ എന്നോട് ചോദിച്ചില്ല, ഓറഞ്ച് എക്കോണമിയുടെ ഒരു ഹബ്ബായിട്ട് കേരളം മാറാൻ പറ്റും. അതുപോലെ ഒന്നാണ് ഈ പറഞ്ഞ റെയർ എർത്തിന്റെ ഒരു ഹബ്ബായിട്ട് കേരളം മാറാൻ പറ്റും. നമുക്കിവിടെ ഇത്രയും വലിയൊരു റെയർ എർത്തിന്റെ ഇത്രയും വലിയൊരു പൊട്ടൻഷ്യൽ കേരളത്തിൽ കിടക്കുമ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണോ സ്റ്റീൽ സിറ്റികളും അയൺ ഓർ സിറ്റികളും കോൾ സിറ്റികളും ഉണ്ടായത്, എന്തുകൊണ്ട് റെയർ എർത്തിന്റെ സിറ്റികൾ കേരളത്തിൽ ഉണ്ടായിക്കൂടാ? എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് അങ്ങനെ ഒരു വിഷൻ ഉണ്ടാക്കുന്നില്ല? അങ്ങനെ ഒരു സിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ആളുകൾ ഇങ്ങോട്ട് പിന്നെ ആളുകൾ വരാൻ വേണ്ടി ഇടിച്ചു കയറും കേരളത്തിലോട്ട് ആളുകൾ വരാൻ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മലയാളികൾ IT ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യാൻ ബാംഗ്ലൂരിലൊക്കെ പോകും. ഏതെങ്കിലും ഒരു തെലുങ്കന്മാരുടെ കൂട്ടം, അല്ലെങ്കിൽ ഏതെങ്കിലും കന്നഡികളുടെ കൂട്ടം, അല്ലെങ്കിൽ തമിഴന്മാരുടെ കൂട്ടം എനിക്ക് കേരളത്തിൽ IT ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ തള്ളി വരുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഹബ്ബ് ഇവിടെ ഇല്ല. നിങ്ങൾ അങ്ങനെ ഒരു ഹബ്ബ് ഉണ്ടാക്കിയാൽ മാത്രമേ ആളുകൾ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുള്ളൂ. കേരളത്തിൽ ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അവരും വരും. അത് നിങ്ങളുടെ മിടുക്കാണ് മലയാളികൾക്ക് എങ്ങനെ ജോലി കൊടുക്കണം എന്നുള്ളത്, ഗവൺമെന്റിന്റെ മിടുക്കാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത്, ഈ ബഡ്ജറ്റ് ഒരു വളരെ വിഷണറി ആയിട്ടുള്ള ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റിനെ കൃത്യമായി യൂസ് ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ട ഒരു കൃത്യമായ ഒരു നല്ല ബഡ്ജറ്റിനെ റിഡിക്യൂൾ ചെയ്യും. പിന്നെ ഇപ്പോൾ ഇവരെടുത്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജി, അതായത് ഓപ്പോസിഷൻ മീഡിയ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജി, ആദ്യം അവരൊരു പ്രഖ്യാപനം നടത്തും. നരേന്ദ്രമോദി സർക്കാർ ഈ ബഡ്ജറ്റ് ഇന്ന സാധനം പ്രഖ്യാപിക്കും. ഞാൻ പറയാൻ മനസ്സിലായില്ലേ? എന്നിട്ട് ജനങ്ങളെല്ലാം ഓക്കെ, നരേന്ദ്രമോദി സർക്കാർ ഈ ബഡ്ജറ്റിൽ ഇന്ന കാര്യങ്ങളാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ആരാണ് പറഞ്ഞത്? ഏത് BJP-കാരനാണ് പറഞ്ഞത് കേരളത്തിൽ RRTS കൊണ്ടുവരുമെന്ന്? കേരളത്തിൽ RRTS കൊണ്ടുവരുമെന്ന് ആരാ പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞു? ഈ ശ്രീധരൻ സാർ ഒരു പ്രപ്പോസൽ വെച്ചിരിക്കുന്ന ഹൈ സ്പീഡ് ഒരു റെയിലിന് വേണ്ടിയിട്ടാണ്. അതിന്റെ പ്രപ്പോസലിന്റെ ഇനിഷ്യൽ സ്റ്റേജിലായിട്ടുള്ളൂ. കേരളത്തിൽ RRTS കൊണ്ടുവരുന്ന ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു? എന്നിട്ട് ഉടനെ മാധ്യമങ്ങൾ എഴുതും കേരളത്തിന് RRTS ഇല്ല. കേരളത്തിന് RRTS കൊണ്ടുവരുന്ന ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ 2, ഇതുവരെ കേരളത്തിൽ നടന്നിട്ടുള്ള ഇപ്പോൾ വന്ദേ ഭാരത് കേരളത്തിൽ വന്നു. ഈ വന്ദേ ഭാരത് കേരളത്തിൽ വന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടാണോ? എന്റെ ചോദ്യമാണ്. എല്ലാ കാര്യങ്ങളും ബഡ്ജറ്റിലാണോ പ്രഖ്യാപിക്കുന്നത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ രൂപരേഖ മാത്രമാണ്. അതിനകത്തൊരു രൂപരേഖ മാത്രമേ വരുള്ളൂ. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞിട്ടാണ് വരാൻ പോകുന്നത്. വന്ദേ ഭാരത് വന്നത് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടാണോ? ബഡ്ജറ്റിൽ ഇത്രേ പറയത്തുള്ളൂ, ഞങ്ങൾ വന്ദേ ഭാരത് ഇന്ത്യയിൽ കൊണ്ടുവരും, അത് പല സംസ്ഥാനങ്ങളും ഓടും. അതിനുശേഷമാണ് ഒരു വന്ദേ ഭാരത്, പിന്നെ രണ്ടാമത്തെ വന്ദേ ഭാരത് പ്രഖ്യാപിക്കും. പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും എയിംസ് വന്നിട്ടുണ്ട്. ഈ എയിംസ് വന്നതെല്ലാം ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടാണോ? അല്ല. ബഡ്ജറ്റ് കഴിയുമ്പോഴത്തേക്കാണ് അവരിരുന്നിട്ട് പ്ലാൻ ചെയ്തിട്ട് ഏത് സംസ്ഥാനത്തിൽ എയിംസ് കൊണ്ടുവരാനുള്ള പ്ലാനിങ് നടത്തുന്നത്. ഈ ഒരു പ്രതീതി കേരളത്തിൽ ഉണ്ടാക്കിയത് വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്. എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരൊന്നും കൊണ്ടുവന്നില്ല, മറ്റേ സിനിമയിൽ നെടുമുടി വേണി പറഞ്ഞ് ഞങ്ങൾക്കൊന്നും തന്നില്ലേ എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതൊരു ഗൂഢമായ ഒരു ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഒത്തുചേർന്നിട്ടുള്ള ചില മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ട മാത്രമാണ്. പക്ഷേ ജനങ്ങൾ ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്കറിയാം നരേന്ദ്രമോദി സർക്കാർ അല്ലെ, ഈ പറയുന്ന UDF-ന്റെ നേതാക്കൾ തന്നെയല്ലേ ശ്രീമാൻ PK കുഞ്ഞാലിക്കുട്ടി പാർലമെന്റ് ഫ്ലോറിൽ നിന്നിട്ട് അദ്ദേഹമല്ലേ പറഞ്ഞത് കേരളത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തെങ്കിലും വികസനം നടക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാരും നിതിൻ ഗഡ്കരിയും നടപ്പിലാക്കുന്ന ദേശീയ ഹൈവേ മാത്രമാണെന്ന് അദ്ദേഹമല്ലേ പറഞ്ഞത്? അവർക്ക് തന്നെ യാഥാർത്ഥ്യ ബോധ്യമുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഹൈവേ പണിയുന്ന നരേന്ദ്രമോദി സർക്കാർ. കേരളത്തിലെ റോഡുകൾ എന്തെങ്കിലും പണി നടക്കുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജനയിലുള്ള റോഡുകൾ മാത്രമാണ് പണി നടക്കുന്നത്. ഇവിടെ വന്ദേ ഭാരത് ട്രെയിൻ കൊണ്ടുവന്ന നരേന്ദ്രമോദി സർക്കാർ. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ നവീകരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ. ഇവിടുത്തെ ആശുപത്രികൾക്ക്, ജില്ലാ ആശുപത്രികളെ മെഡിക്കൽ കോളേജായിട്ട് ഉയർത്താൻ വേണ്ടി പൈസ ചിലവാക്കുന്ന നരേന്ദ്രമോദി സർക്കാർ. ഇവിടുത്തെ സാധാരണക്കാരുടെ വീട്ടിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ജൽജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന നരേന്ദ്രമോദി സർക്കാർ. എല്ലാ അടിസ്ഥാന സൗകര്യവും നരേന്ദ്രമോദി സർക്കാരല്ലേ ചെയ്യുന്നത്. ഇപ്പം കേന്ദ്ര സർക്കാർ, അല്ല ഞാൻ കേരള സർക്കാരിൻ്റെ കാര്യം തന്നെ പറയാം. ഈ നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രൊജക്റ്റാണ്. ഏതാണ്ട് 3 ലക്ഷം കോടി രൂപയുടെ മൊത്തം വാഗ്ദാനമാണ് കേരളത്തിലേക്ക് വേണ്ടി നാഷണൽ ഹൈവേക്ക് വേണ്ടി മാത്രം നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഈ ഭാരത്മാല കോറിഡോറിൽ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നത് 65,000 കോടി രൂപയുടെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് സംസ്ഥാന സർക്കാരിൻ്റെ എത്ര കോൺട്രിബ്യൂഷൻ ഉണ്ട്? കേരളത്തിൽ ജനം ഒന്ന് ആലോചിക്കണം. അവർ പോലും ഒഫീഷ്യലായിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന 6,000 കോടി മാത്രമാണ് എന്ന് പറഞ്ഞാൽ 10% പോലും ഇല്ല. പോട്ടെ, അവർ 6,000 കോടി പോലും അവർക്ക് പൂർണ്ണമായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. ആദ്യമേ അവർ ഭയങ്കര ക്ലെയിംസ് ഒക്കെ ആയിരുന്നു, ഞങ്ങൾ 50% എടുക്കും, 40% എടുക്കും, പിന്നീട് അത് താന്ന് 25%. പിന്നെ പാർലമെന്റിന്റെ ഫ്ലോറിൽ നിന്ന് നിതിൻജിക്ക് പറയേണ്ടി വന്നു, ഇനിയിപ്പോൾ അവർ ഒന്നും തന്നില്ലെങ്കിൽ ഞങ്ങൾ പണിഞ്ഞോളാമെന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. പോട്ടെ, എന്നിരുന്നാൽ പോലും 6,000 കോടി തന്നു എന്ന് ഞങ്ങളും സമ്മതിക്കുന്നു. 6,000 കോടി 65,000 കോടിയിൽ എത്രയുണ്ട് ഒന്ന് പറഞ്ഞേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അത് ബഡ്ജറ്റിൽ എഴുതി വന്നാൽ എന്താ, എഴുതി വന്നില്ല എന്താ, നടപ്പിലാകുന്നില്ലേ? അത് ശരിയാണ്. എന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ക്ലിയർ ആണ്. കേരളം കടത്തിലാണ്
എന്നുള്ളത് എപ്പോഴും ഇങ്ങനെ കേൾക്കുന്ന ഒരു സംഭവമാണ്. എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം? ഇങ്ങനെ ഈ കടത്തിലായി കഴിഞ്ഞാൽ എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കേരളം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ബേസിക് ഇൻകം എന്താണ്? എല്ലാ മനുഷ്യനും ഒരു ഇൻകം ഉണ്ടല്ലോ. ഇപ്പം വിഷ്ണുവിനാണെങ്കിൽ ഒരു ഇൻകം ഉണ്ട്, ഒരു ഇൻകം ഉണ്ട്. അതിൻ്റെ സോഴ്സ് നമുക്കറിയാം. കേരളത്തിൻ്റെ ഇൻകത്തിൻ്റെ സോഴ്സ് എന്താണ്? കേരളത്തിൻ്റെ ഇൻകത്തിൻ്റെ ഏറ്റവും വലിയ, അത് കേരളത്തിന് വെച്ചാൽ സർക്കാരിൻ്റെ ഇൻകം മാത്രമല്ല, പൊതുവിൽ നമ്മുടെ എക്കോണമിയുടെ ഒരു മൊത്തം റവന്യൂവിൻ്റെ സോഴ്സ്, ഏറ്റവും അധികം സോഴ്സ് എന്ന് പറഞ്ഞാൽ റെമിറ്റൻസ് ആണ്. റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള നമ്മുടെ ആളുകൾ നാട്ടിലേക്ക് അയക്കുന്ന പൈസ, ആ പൈസയുടെ അവർ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ പലിശയും ഒക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സോഴ്സ്. പിന്നീട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യവും ലോട്ടറിയുമാണ്. ഞാൻ ചോദിക്കുന്നത്, കേരളം എന്ന സംസ്ഥാനത്തിന് ഇൻഡസ്ട്രി മുഖാന്തരം എന്തെങ്കിലും റവന്യൂ എടുത്തു കാണിക്കാൻ ഇവർക്കുണ്ടോ? ഇല്ല. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അതേസമയം നിങ്ങൾ തമിഴ്നാട്ടിൽ പോകും. തമിഴ്നാട്ടിൽ ഇപ്പോൾ കേരളം പണ്ടൊരു അഗ്രേറിയൻ എക്കോണമി ആയിരുന്നു. നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു 90% അഗ്രികൾച്ചർ നിന്നാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അഗ്രികൾച്ചർ ഇല്ല. അതേസമയം തമിഴ്നാട്ടിൽ പോകണം. ഞാൻ കമ്പയർ ചെയ്യണം. നമ്മൾ തമിഴ്നാട്ടുകാരെ കളിയാക്കും. തമിഴ്നാട് 100% അഗ്രേറിയൻ എക്കോണമി ആയിരുന്നു ഒരു 50 വർഷം 60 വർഷം മുമ്പ്. അവർ പക്ഷേ വളരെ കോൺഷ്യസ് ആയിട്ടൊരു തീരുമാനമെടുത്തു, ഞങ്ങൾ ഇനി അഗ്രേറിയൻ എക്കോണമി മാത്രം കൊണ്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അവർ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. എന്തൊരു വിഷൻ ഉണ്ട് അന്നേരത്തെ ലീഡറിന് ആലോചിക്കണം, ഏത് പാർട്ടിയും ആയിക്കൊള്ളട്ടെ. അവർ തീരുമാനമെടുത്തു, ഇനിയിപ്പോൾ അഗ്രേറിയൻ എക്കോണമി കുറേ കഴിയുമ്പോഴത്തേക്ക് ചെറുപ്പക്കാരൊക്കെ പതുക്കെ നിർത്തി പോകും. അപ്പോൾ കുറച്ചുകൂടെ പുതിയ മേഖലയിൽ കടക്കണം. അവരുണ്ട് ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് കടന്നു. എന്നിട്ട് അവർ വളരെ കോൺഷ്യസ് ആയിട്ട് പർപ്പസ്ലി ഇൻഡസ്ട്രി അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. ഈ പറയുന്ന സേലമോ കോയമ്പത്തൂരോ ചെന്നൈയോ ശ്രീപെരുമ്പത്തൂരോ ഒരു 60 വർഷം മുമ്പ് 70 വർഷം മുമ്പൊന്നും അവിടെ ഇങ്ങനത്തെ ക്ലസ്റ്റർ ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സെസ്സുകൾ നിൽക്കുന്നത് ഈ പറയുന്ന സ്ഥലങ്ങളിലാണ്. ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാർ മാനുഫാക്ചറിങ് നടക്കുന്നത് ചെന്നൈയിലാണ്. അവരെങ്ങനെയാണ് അത് കൊണ്ടുവന്നത്? അവർ അതിനുള്ള പ്ലാൻ ഉണ്ടാക്കി. അവർ 20, 25, 30 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റവന്യൂ ഇതുവഴി ആയിരിക്കണമെന്ന് ചിന്തിച്ചു. അതുകൊണ്ട് എന്താണ് ഇന്ന് അവിടെ റവന്യൂവിന്റെ 30-40% കൊടുക്കുന്ന ഇൻഡസ്ട്രിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ ഒരു പ്ലാൻ കേരളത്തിന് ഇല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അങ്ങനെ ഒരു റവന്യൂ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും അന്നത്തെ അത്താരം കഴിച്ചു പോകാൻ വേണ്ടിയിട്ട്, അതായത് ഒരു മാസ സാലറി ഒന്നും വേണ്ട, ഇന്ന് കിട്ടുന്നത് കൊണ്ട് ഞാൻ ഇന്ന് ഹാപ്പി ആയി പൊക്കോളാം എന്നുള്ള രീതിയിൽ ഈ വർഷത്തെ ബഡ്ജറ്റിനകത്ത് ഞാൻ ഇത്ര പൈസ വകരുത്തിയിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ കടമെടുക്കും. ആ കടം വെച്ച് തൽക്കാലം ഞാൻ സാലറി കൊടുക്കും, അത്യാവശ്യം ഞാൻ പെൻഷൻ ഓടിക്കും. 5 വർഷം കഴിയുമ്പോഴത്തേക്ക് എല്ലാം ശരിയായെന്ന് എനിക്ക് ഒരു ക്യാമ്പയിൻ നടത്തണം, ഫ്ലെക്സ് വെക്കണം. ഇപ്പോൾ നാട് മുഴുവൻ വെച്ചിട്ടുണ്ടല്ലോ, ഫ്ലെക്സ് വെക്കണം, വീണ്ടും ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്യും, ഞാൻ വീണ്ടും 5 വർഷം അധികാരത്തിലിരിക്കും. ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു മോഡൽ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ 5 വർഷം 10 വർഷം ആകുമ്പോഴത്തേക്ക് ഈ കടം ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1 ലക്ഷത്തിൽ പരം കടമാണ് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തിട്ട് പോയത്. ഉമ്മൻചാണ്ടി സർക്കാരും നല്ല രീതിയിൽ കടമെടുത്തിട്ടാണ് മുമ്പോട്ട് പോയത്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ 1.25 ലക്ഷം കോടി എങ്ങാണ്ടായിരുന്നു കടം. അത് വർദ്ധിച്ച് ഇപ്പം 5 ലക്ഷം കോടി. അപ്പോൾ ഈ 5 ലക്ഷം കോടി എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ശിരസിലാണ് വന്ന് നിൽക്കുന്നത്, ഓരോ മനുഷ്യന്റെ അക്കൗണ്ടിലാണ് വന്ന് നിൽക്കുന്നത്. ഈ കടം കാരണം പറ്റുന്ന പ്രശ്നം എന്താ അറിയോ? കടം വെച്ചാൽ തിരിച്ചു കൊടുക്കണ്ടേ? അറ്റ്ലീസ്റ്റ് പലിശയെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ എല്ലാ വർഷവും ബഡ്ജറ്റ് വരുമ്പോൾ ആ ബഡ്ജറ്റിന്റെ നല്ലൊരു വിഹിതം പോകുന്നത് കടത്തിലേക്കാണ്. പുതിയൊരു ഇൻകം ഉണ്ടാക്കാൻ നമുക്ക് വഴിയില്ല. ഇപ്പം വിഷ്ണുവിന്റെ വീട്ടിൽ വൈഫ് ജോലി ചെയ്യുന്നില്ല. അപ്പം വിഷ്ണു ആലോചിക്കേണ്ടത് എൻ്റെ വീട്ടിൽ ഒരാളും കൂടെ കുഞ്ഞുണ്ടായി, അപ്പം എനിക്കൊരു അഡീഷണൽ ഇൻകം വേണം. അപ്പോൾ വൈഫ് ജോലിക്ക് പോകും, അപ്പോൾ ഒരു അഡീഷണൽ ഇൻകം കിട്ടത്തില്ലേ? ഈ ഒരു കൺസെപ്റ്റ് കേരള സർക്കാരിനില്ല. കേരള സർക്കാർ അതുകൊണ്ട് എന്ത് ചെയ്യും? ഇപ്പോൾ വിഷ്ണു അതുകൊണ്ട് വിഷ്ണുവിന്റെ വ്യക്തിപരമായിട്ടല്ല പറയുന്നത്, വിഷ്ണു മടിയനാണ്. അപ്പോൾ അതുകൊണ്ട് വിഷ്ണു എന്ത് ചെയ്യും? എനിക്ക് ഈ പണിക്കൊന്നും പോകാൻ വയ്യ, അതുകൊണ്ട് അയലത്തുകാരൻ്റെ ഞാൻ ഇന്നൊരു 500 രൂപ കടം വാങ്ങിക്കും, എന്നിട്ട് എൻ്റെ ഭാര്യയെ ഏൽപ്പിക്കും, എന്നിട്ട് എന്താ വെച്ചാൽ സാധനങ്ങൾ വാങ്ങിച്ചു, ഇന്നത്തെ ചിലവ് നടക്കട്ടെ, 2-3 ദിവസം ചിലവ് കൂടും. പിന്നെയും വിഷ്ണുവിന്റെ മടി, പണിക്കൊന്നും പോകാൻ വയ്യ, പിന്നെയും കടം വാങ്ങിക്കും. ഇത് എത്ര നാൾ ഓടും? ഒന്ന് ആലോചിച്ചേ. നമ്മുടെ വീട്ടിലോടും ഇത് ഇല്ല. ഈ വീട്ടിൽ അന്നത്തെ ചിലവിലപ്പോൾ കഴിഞ്ഞു പോകുമായിരിക്കും. 3 നേരത്തിന് പകരം 2 നേരം ഭക്ഷണം ഉണ്ടാവും. അതുകൊണ്ട് കാര്യം നടക്കുമോ? ആ വീട് സുസ്ഥിരമാകുമോ? അവിടുത്തെ കുട്ടികൾക്ക് ഭാവി ഉണ്ടാകുമോ? ആ കുട്ടികൾക്ക് നല്ലൊരു ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ? ഇല്ല. ഇതാണ് കേരളത്തിന്റെ പ്രശ്നം. ഇത് ആരും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഈ കടം ഇങ്ങനെ പെരുകി പോവുകയാണ്. ആ കടത്തിനെ സർവീസ് ചെയ്ത് പോവുകയാണ്. കടത്തിനെ സർവീസ് ചെയ്തെന്ന് പറഞ്ഞാൽ കടത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ പലിശ കൊടുത്തുകൊണ്ടിരിക്കും, എല്ലാ ബഡ്ജറ്റിലും കൊടുത്തുകൊണ്ടിരിക്കും. പുതിയൊരു ഇൻകം, പുതിയൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ, അതായത് എൻ്റെ വീട്ടിലൊരു പുതിയ വരുമാനം വേണമെന്നുള്ളൊരു ചിന്ത ഈ ഗവൺമെന്റിനില്ല, കാലങ്ങളായിട്ടുള്ള ഇവിടുത്തെ ഒരു ഗവൺമെന്റിനില്ല. ഇതാണ് BJP മുമ്പോട്ട് വെക്കുന്നത്. കടം മേടിച്ചല്ല മുമ്പോട്ട് പോകേണ്ടത്, കടം മേടിക്കണം. രാജീവ് ചന്ദ്രശേഖരജിയോട് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ചോദിച്ചു, നിങ്ങൾ കടം മേടിക്കത്തില്ലേ? ഞങ്ങൾ വാങ്ങിക്കും. എന്തിനാണെന്നറിയോ? ഇപ്പൊ വിഷ്ണുവിന് വീട് ഒന്ന് പുതുക്കണം. ആ വീട്ടിലൊരു ഇപ്പം വിഷ്ണുവിന്റെ വീട്ടില്
ഒരു ഒരു റൂം കൂടെ കെട്ടിക്കഴിഞ്ഞാൽ ആ റൂമിനകത്ത് ഭാര്യയ്ക്ക് അത്യാവശ്യം ബ്യൂട്ടി പാർലറിന്റെ വർക്ക് അറിയാമെന്ന് വെച്ചു. ഒരു ബ്യൂട്ടി പാർലർ കെട്ടാൻ ഒരു 50,000 രൂപ വേണം. വിഷ്ണു കടം വാങ്ങിച്ചു. കടം വാങ്ങിച്ചിട്ട് ബ്യൂട്ടി പാർലർ ഉണ്ടാക്കി. ആ ബ്യൂട്ടി പാർലർ വരുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് ഒരു 10,000 രൂപ മാസം വരുമാനം വന്നു വെച്ചു. അതിൽ നിന്ന് മാസം ഒരു തവണയായിട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് കടം കൊടുത്തു തീർക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് എന്താ, വിഷ്ണുവിന്റെ വീട്ടിലെ ഇൻകം കൂടിയില്ലേ, അതിനാ കടം വാങ്ങിക്കേണ്ടത്. ഈ കടത്തിന് വ്യത്യാസം ഞാൻ പറഞ്ഞു മനസ്സിലായോ? അന്നത്തെ ചെലവ് നടത്താനല്ല കടം വാങ്ങിക്കേണ്ടത്, ഒരു പുതിയ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കടം വാങ്ങിക്കണം. ഇത് കേരള സർക്കാരിന് ആ കാഴ്ചപ്പാടില്ല. ഞങ്ങൾക്ക് ആ കാഴ്ചപ്പാടുണ്ട്. ഞങ്ങൾ കടം വാങ്ങിച്ചു, ഞങ്ങൾ കടം വാങ്ങിക്കും. എന്തിനാണെന്നറിയോ? പുതിയ ഇൻകം കൊണ്ടുവരാൻ, ഇവിടെ പുതിയ ഇൻഡസ്ട്രിയൽ പാർക്ക് കൊണ്ടുവരാൻ, ഇവിടുത്തെ IT ഹബ്ബ്. ഇപ്പൊ കേരളത്തിലെ IT ഹബിനെ കുറിച്ച് ഞാൻ പറയാതിരിക്കുക ഭേദം. നമ്മളും ബാംഗ്ലൂർ ഒരുമിച്ച് തുടങ്ങിയാണ്. നമ്മളിപ്പോൾ 25,000 പേർക്ക് ജോലി കൊടുക്കുമ്പോൾ അവർ 3.5 ലക്ഷം 4 ലക്ഷം 11 ലക്ഷം പേർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അവർ തൊഴിൽ കൊടുക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? 3 ലക്ഷം പേർക്ക് ഡയറക്റ്റും 11 ലക്ഷം പേർക്കും ഇൻഡയറക്റ്റ് ആയിട്ട് ജോലി കൊടുക്കും. നമ്മൾ മൊത്തത്തിൽ 25,000 പേർക്ക് കേരളത്തിൽ ജോലി കൊടുക്കുന്നുള്ളൂ. നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ബാംഗ്ലൂർ പോലുള്ള IT ഹബ്ബ് കേരളത്തിലായിക്കൂടാ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ കാലഘട്ടമാണ്. ലോകത്തിന്റെ പല ഭാഗത്തും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആളുകൾ വരും. കേരളം പോലെ മനോഹരമായ പ്രദേശത്ത് വന്ന് കമ്പനികൾ തുടങ്ങാൻ വിദേശികൾ പോലും ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതിന് കടം വാങ്ങിക്കും. എന്തിന്? ആ IT പാർക്കുകൾ സെറ്റപ്പ് ചെയ്യാൻ. ഇതിനാണ് കടം വാങ്ങിക്കേണ്ടത്, അല്ലാതെ അന്നത്തെ ചെലവ് കഴിയാനല്ല, KSRTCയിലെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാനല്ല. ഇതാണ് എനിക്ക് പറയാനുള്ള കടത്തെ കുറിച്ച്. അംഗനവാടി ടീച്ചർമാർ, അല്ല അതിന്റെ ഹെൽപ്പേഴ്സ്, വർക്കേഴ്സ്, പിന്നെ ആശാ വർക്കേഴ്സ്, അവർക്ക് വേണ്ടിയിട്ടുള്ള, അവർക്ക് ആക്ച്വലി കിട്ടേണ്ട ഒരു സാലറി ആണോ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും അല്ല. കാരണം അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ വെച്ച് അവരെ ഇങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. അവർ കൊടുക്കേണ്ടത് ഇങ്ങനെയല്ല. അവരുടെ ഓണറേറിയം ഈ ഒരു ലെവലിലൊന്നും അല്ല ഇരിക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയും, അംഗനവാടി ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആശാ വർക്കർമാർ, ജപ്പാന്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ജപ്പാനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കോളേജ് പ്രൊഫസറിനേക്കാളും സാലറി നഴ്സറി ടീച്ചർക്കാണ്. അതിന് കാരണം എന്താ അറിയോ? ഏറ്റവും അധികം വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടത് കോളേജിൽ എത്തുമ്പോഴല്ല, ആ പ്രായത്തിലാണ്. ആ വിഷൻ അവർക്കുണ്ട്. നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ആശാ വർക്കർമാർക്കും അംഗനവാടി ടീച്ചർമാർക്കും തീർത്തും അവഗണനയാണ്. അവരാണ് ഏറ്റവും താഴെത്തട്ടിൽ യഥാർത്ഥ വർക്ക് ചെയ്യുന്ന ആളുകൾ. അവരുടെ സാലറി ഇങ്ങനൊന്നും നിന്നാൽ പോരാ, അവരുടെ ഓണർ ഇങ്ങനെ നിന്നാൽ പോരാ. പക്ഷെ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേന്ദ്ര സർക്കാർ ഇതൊരു കോൺകറന്റ് സബ്ജക്റ്റ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേന്ദ്ര സർക്കാരിന് ചെയ്യാവുന്നതിനൊരു ലിമിറ്റ് ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും. ഈ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ട സംസ്ഥാന സർക്കാരാണ്. കേന്ദ്രം ചെയ്യാനുള്ളത് കേന്ദ്രം റെഡി ആയിട്ടിരിക്കുകയാണ്. ഒരു ഈക്വൽ കോമ്പണന്റ് അതിനുവേണ്ടി എന്ത് എക്സ്പെൻഡിച്ചർ വന്നാലും ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ പൈസയില്ല. സംസ്ഥാന സർക്കാരിന് സ്പെൻഡ് ചെയ്യാൻ, ഒരു പുതിയ എക്സ്പെൻഡിച്ചർ നടത്താൻ യാതൊരുവിധ വരുമാനവുമില്ല. അതുകൊണ്ടാണ് പകുതി സാലറി ആദ്യം കിട്ടിയിട്ട് ബാക്കി സാലറിക്ക് വേണ്ടി ഒരു വെയിറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പെൻഷൻ മാസങ്ങൾ മുടങ്ങുന്നത്? പൈസ ഉണ്ടെങ്കിൽ കൊടുക്കാമല്ലോ, പൈസയില്ല. എന്തുകൊണ്ടാണ് KSRTCയിൽ ആളുകളുടെ ശമ്പളം വൈകുന്നത്? ഇപ്പോൾ വിഷ്ണു ഒരു സ്ഥാപനം നടത്തുന്നു, അവിടെ 2-3 മാസം ആളുകൾക്ക് സാലറി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തിട്ടില്ലേ? അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രശ്നം. അപ്പോൾ ആശുപത്രിയിൽ എന്തുകൊണ്ടാണ് ആവശ്യമുള്ള മരുന്നുകൾ വൈകുന്നത്? കാരണം ആ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന കോൺട്രാക്ടർമാരും സപ്ലയർമാരും നിർത്തി. അവരുടെ ആദ്യമേ കുടിശ്ശിക കിടക്കി 2 വർഷത്തും 3 വർഷത്തേക്ക് കുടിശ്ശിക കിടക്കുകയാണ്. ഞാൻ പറയാൻ മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് മുടങ്ങുന്നത്? ഞാൻ ഒരു ഉദാഹരണം ചോദിച്ചോട്ടെ. ഇപ്പോൾ റെയിൽവേ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും അധികം ആളുകൾക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന സർക്കാർ സ്ഥാപനമാണ്. റെയിൽവേയിലെ ഡ്രൈവർമാർക്കും റെയിൽവേയിലെ സ്റ്റാഫിനും എപ്പോഴെങ്കിലും സാലറി മുടങ്ങിയതായിട്ട് എപ്പോഴെങ്കിലും വാർത്ത കേട്ടിട്ടില്ലല്ലോ. ഇന്ത്യയിൽ ഇത്രയും അധികം ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന 2 വിഭാഗങ്ങളാണ് റെയിൽവേയും ഇന്ത്യൻ ആർമിയും, ഇന്ത്യൻ ഡിഫൻസും. ഈ 2 വിഭാഗങ്ങളിൽ എവിടെങ്കിലും ഈ മാസം സാലറി കിട്ടില്ലെന്നാലും ശരിയല്ലേ? എന്തുകൊണ്ടാണ്? കാരണം കേന്ദ്രത്തിലിരിക്കുന്ന സർക്കാരിന് എടുക്കുന്നുണ്ട്. ഇത്രയും ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം, ഇത്രയും വലിയ 2 പ്ലാറ്റ്ഫോമിനകത്ത് ആർക്കെങ്കിലും ഒരു മാസമെങ്കിലും സാലറി മുടങ്ങിയായിട്ട് കിട്ടുന്നുണ്ടോ? പക്ഷെ അതേ സമയത്ത് ഇവിടുത്തെ പാവപ്പെട്ട KSRTCക്കാരുടെ 2-3 മാസം കഴിയുമ്പോൾ സാലറി മുടങ്ങുന്നു, ആശാ വർക്കർമാരുടെ സാലറി മുടങ്ങുന്നു. ഇതിന്റെ എല്ലാം ഫണ്ടമെന്റൽ പ്രശ്നം എവിടെയെന്നറിയാമോ? സർക്കാരിൻ്റെ പുതിയ വരുമാനം മാർഗമില്ല. ഈ സർക്കാരിനെ കൊണ്ട് ഒരു എന്താ പറയുന്നത്, പുതിയ മാർഗങ്ങൾ കണ്ടെത്താനുള്ള ചിന്താശേഷി ഈ സർക്കാരിനില്ല, വിഷനില്ല. അതാണ് പ്രശ്നം. പിന്നെ എന്തെങ്കിലും ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ തന്നെ പാർട്ടിയും അവരുടെ തന്നെ പ്രസ്ഥാനം അവർ വലിച്ചു താഴെയിടും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? കാരണം ഒരിക്കലും കമ്മ്യൂണിസവും ഇൻഡസ്ട്രിയും ചേർന്ന് പോയില്ല. ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റുകാരൻ സമ്മതിക്കത്തില്ല. കേരളത്തിന് ലോങ് ടേം ആയിട്ട് നമ്മുടെ ചെറുപ്പക്കാർ, എന്നോട് എല്ലാവരും ചോദിക്കും, ഈ ചെറുപ്പക്കാർ വിദേശത്ത് പോകുന്നതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ പെർമനന്റ് ആയിട്ട്? ഒറ്റ സൊല്യൂഷൻ ഉള്ളൂ, കമ്മ്യൂണിസം ഇല്ലാതാവണം. കാരണം കമ്മ്യൂണിസം ഉള്ളിടത്ത് ഇൻഡസ്ട്രി വരത്തില്ല, ഇൻഡസ്ട്രി വന്നില്ലെങ്കിൽ ജോലി വരത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി? എന്തുകൊണ്ടാണ് അങ്ങനെ കൂടെ തോന്നാൻ കാരണം എന്ന് പറയാം. കാരണം വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം തമിഴ്നാട്ടിലെ ഉദാഹരണം ഞാൻ പറഞ്ഞു, കാരണം ഇപ്പം ആന്ധ്രാപ്രദേശിലെ ഉദാഹരണം ഞാൻ പറയുന്നു. എല്ലാ സ്റ്റേറ്റുകളിലും പുതിയ കമ്പനികൾ വരുന്നു, പുതിയ സ്ഥാപനങ്ങൾ വരുന്നു. ഞാൻ എൻ്റെ മുംബൈയിലൊക്കെ ഉള്ള ബിസിനസ്സുകാരോടൊക്കെ സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാത്തത്? അവർ പറയുന്നത്, ഞങ്ങൾ വന്നൊരു സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാൽ 4ാമത്തെ ദിവസം നിങ്ങളുടെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെങ്കൊടി വരും.
ഞങ്ങൾക്ക് പൂട്ടേണ്ടി വരും. മറ്റ് സംസ്ഥാനങ്ങളിൽ അതില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ആ പ്രശ്നമേ ഇല്ല. യൂണിയൻ ഉണ്ടോ ചോദിച്ചാൽ യൂണിയനൊക്കെ ഉണ്ട്, പക്ഷെ ഗുണ്ടായിസം ഇല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് തന്നെയാണ്. ആ തൊഴിലാളികളുടെ ഇതൊക്കെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് തമിഴ്നാടും ആന്ധ്രാപ്രദേശും ഒക്കെ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ അവർക്ക് കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രസ്ഥാനത്ത് ഇൻഡസ്ട്രിയോട് അലർജിയാണ്. അവർക്ക് ഇൻഡസ്ട്രി കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇൻഡസ്ട്രിയും ചേർന്ന് പോകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇവിടുത്തെ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് കമ്മ്യൂണിസം ഇല്ലാതാവണം. എവിടെ കമ്മ്യൂണിസം ഉണ്ടോ അവിടെ എന്താ പറയുക, ഇൻഡസ്ട്രിയെ കൊണ്ടുവരാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ ആ കമ്മ്യൂണിസത്തിനകത്ത് അവർ വെള്ളം ചേർക്കണം. ആ കമ്മ്യൂണിസത്തിന് വെള്ളം ചേർത്താൽ നടക്കും, പക്ഷെ അതവർ ചേർക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളത്തിലെ ഏറ്റവും വലിയൊരു ശാപം ഈ പറയുന്ന ഒരു ഐഡിയോളജിയാണ്. അതുകൊണ്ട് എന്തിനും ഒരു ശാശ്വത പരിഹാരം കേരളത്തിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ വരുമാനം ഉണ്ടാവണം, പുതിയ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാവണം. 2021 ചേട്ടൻ പറഞ്ഞിട്ട് പോയതാണ്, ഞാൻ വീണ്ടും തിരിച്ചു വരും. ഇപ്പം തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ വിശേഷം? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻസ്? അല്ല, ഞാൻ തിരിച്ചു വരുമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടി സജീവമായി കേരളത്തിലെ രാഷ്ട്രീയത്തിലും തിരുവല്ലയിലും ഒക്കെ പ്രവർത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. 2021 തന്നെ അതിനൊരു വലിയൊരു അവസരം കിട്ടുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പിന്നീട് അതിന് സാധിച്ചില്ല. അതിനുശേഷം പിന്നെ എൻ്റെ പ്രവർത്തന മേഖലയും കുറച്ച് അതിനുശേഷം പാർട്ടി പറഞ്ഞു എന്നോട് നാഷണൽ ലെവലിൽ പ്രവർത്തിക്കാൻ. എനിക്ക് അങ്ങനെ ചില ഉത്തരവാദിത്തങ്ങൾ തന്നുകൊണ്ട് ഞാൻ നാഷണൽ ലെവലിലാണ് പ്രവർത്തിച്ചത്. പക്ഷേ വീണ്ടും അവരെന്നെ കേരളത്തിലേക്കും തിരുവല്ലയിലേക്കും എനിക്കൊരു അവസരം തന്നു. ഇപ്പോൾ കേരളത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന രീതിയിലുള്ളൊരു ചുമതല തന്നു. അത് കാരണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു കൃത്യമായൊരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചത് എന്നും ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പം അതും പ്രത്യേകിച്ച് ഈ സമയത്ത് വരികയും അതോടൊപ്പം തന്നെ 2 ഇലക്ഷനുകൾ, പഞ്ചായത്ത് ഇലക്ഷൻ ആയിക്കൊള്ളട്ടെ, ഈ അസംബ്ലി ഇലക്ഷൻ ആയിക്കോട്ടെ, അതിൽ പ്രവർത്തിക്കാനുള്ളൊരു വലിയൊരു അവസരം കൂടി യാദൃശ്ചികമായി വരികയും ചെയ്തു. ഇപ്പോഴത്തെ തൽക്കാലത്തെ പ്ലാൻ ഇലക്ഷൻ മാത്രമാണ്, ഇലക്ഷന് വേണ്ടി പ്രവർത്തിക്കുക. അതോടൊപ്പം തന്നെ തിരുവല്ലയിൽ പരമാവധി ഞാനിവിടെ തുടങ്ങി വെച്ച ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. തിരുവല്ലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് തുടങ്ങി വെച്ച കുറേ കാര്യങ്ങൾ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ കാര്യങ്ങൾ ഞാൻ വീണ്ടും ചെയ്തു വരികയാണ്. അപ്പോൾ അത് വീണ്ടും ഞാൻ ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഈ സംഭവിക്കാൻ പോകുന്ന ഇലക്ഷൻ BJPക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കുമോ തിരുവല്ലയിൽ, എസ്പെഷ്യലി തിരുവല്ലയിൽ? ഇതിൽ തിരുവല്ലയിൽ മാത്രമല്ല, കേരളത്തിലൊട്ടാകെ ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. എങ്ങനെയാണോ ഈ കോർപ്പറേഷൻ ഇലക്ഷൻ BJPക്ക് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയത്, തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചത് അത്യുജ്വലമായ വിജയം എന്ന് പറയുന്ന പോലെ അത്യുജ്വലമായ വിജയങ്ങൾ ഇത്തവണ അസംബ്ലികളിൽ കേരളത്തിലുണ്ടാവും. അതിലൊരു അസംബ്ലി തിരുവല്ലയായിരിക്കും. അതിന് എല്ലാവിധ അനുകൂല ഘടകങ്ങളും എനിക്ക് തിരുവല്ലയിൽ കാണാനുണ്ട്. ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്. ഞാൻ എവിടെ പോകുമ്പോഴും തിരുവല്ലയിലെ ജനങ്ങൾ എന്നോട് പറയുന്നത് ഒരു മാറ്റം വേണം, ഒരു മാറ്റം കൊണ്ടുവരണം. എന്താണ് ആക്ച്വലി അവരുടെ പ്രതീക്ഷ? ഞാൻ പറഞ്ഞല്ലോ, തിരുവല്ല എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്, നമുക്കറിയാം. എവിടെ പോയാലും, കേരളത്തിൽ എവിടെ പോയാലും തിരുവല്ല എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു പെട്ടെന്നൊരു കണ്ണുകളിൽ തിളക്കം ഞാൻ കാണാറുണ്ട്. കാരണം തിരുവല്ല അത്രത്തോളം പേര് കേട്ടൊരു സ്ഥലമാണ്. ആളുകൾ എപ്പോഴെങ്കിലും തിരുവല്ലയിലൊക്കെ വന്ന് പോകാറുണ്ട്. അത് ചക്കുളത്താവ് വരുന്നതിനാവാം, പരുമലപ്പള്ളി വരുന്നതിനാവാം, മാരാമണ്ണ് വരുന്നതാവാം, ശ്രീവല്ലഭി വരുന്നതാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാരണത്തിൽ തിരുവല്ലയിൽ ആളുകൾ വന്നു പോകാറുണ്ട്. അതുപോലെ തന്നെ തിരുവല്ലയിൽ ഇത്രയും വലിയ ആശുപത്രികൾ, അങ്ങനെ തിരുവല്ലയുമായിട്ട് എല്ലാവർക്കും ഒരു പരിചയവും ബന്ധവുമുണ്ട്. പക്ഷെ തിരുവല്ലക്കാർ, ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് എന്തൊക്കെയോ ചർച്ചകളിലോ മറ്റോ കേട്ടൊരു സംഭവമാണ്. ഇപ്പം പുറത്തുനിന്ന് NRIs ഒത്തിരി ഉള്ള സ്ഥലം കൂടിയാണ് തിരുവല്ല. പക്ഷെ അവർ തിരുവല്ലയിൽ വരുമ്പോൾ അവർ തിരുവല്ലയെക്കുറിച്ച് പറയുന്നത് ഒരു കാര്യം ഞാൻ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നത്, ഞങ്ങൾ 20 വർഷം മുമ്പ് 30 വർഷം മുമ്പ് എന്ത് തിരുവല്ലയാണോ കണ്ടിട്ട് പോയത് ആ തിരുവല്ല അറിയപ്പെടി തന്നെയാണ് തിരുവല്ലയിൽ നിൽക്കുന്നത്, യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരെല്ലാം പ്രതീക്ഷിക്കുന്നത് തിരുവല്ലയിൽ അടിസ്ഥാനപരമായിട്ടൊരു വികസനം അവർ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പൊ ദുബൈയിൽ ഒരു 30 വർഷം മുമ്പ് പോയ ദുബൈ ആണോ ഇന്നത്തെ ദുബൈ? അല്ല. ഞാൻ പറയാൻ മനസ്സിലായില്ലേ? എന്ന് പറയുന്നത് പോലെ തിരുവല്ലയിൽ വിസിബിൾ ആയിട്ടുള്ള എന്താണ് മാറ്റം കൊണ്ടുവരാൻ സാധിച്ചത് എന്ന് ജനങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ എവിടെ പോകുമ്പോഴും ജനങ്ങൾ പറയുന്നതാണ്, ഈ കഴിഞ്ഞ 10, 15, 20 കൊല്ലത്തിനുള്ളിൽ തിരുവല്ലയിൽ എങ്ങനെയാണോ തിരുവല്ല കിടന്നത് അതേപടി തന്നെയാണ് തിരുവല്ല കിടക്കുന്നത്. തിരുവല്ല അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡുകൾ, തിരുവല്ലയിൽ ഏത് മുക്കിലും മൂലയിലും പോയി കഴിഞ്ഞാലും തിരുവല്ലയുടെ റോഡുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച്. ഇപ്പം ഞാൻ ഇന്നലെ നിരണത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തു. നിരണത്ത് ഏത് റോഡിൽ കൂടെ പോയാൽ കഴിഞ്ഞാലും എൻ്റെ വണ്ടി കേടാവും മിക്കവാറും. കാരണം അതിൻ്റെ റോഡുകളുടെ അവസ്ഥ ഏതാണ്? ഇപ്പോൾ കുറ്റൂർ പഞ്ചായത്തിൽ, ഇപ്പോൾ BJP ഇപ്പോൾ അധികാരത്തിൽ വന്ന പഞ്ചായത്താണ്. അപ്പം അതിനു മുമ്പ് ആ കുറ്റൂർ പഞ്ചായത്തിലെ റോഡുകളുടെ അവസ്ഥ, ഏതൊരു ഭാഗത്ത് പോയാലും അടിസ്ഥാന സൗകര്യത്തിന് യാതൊരു വികസനം തിരുവല്ലയ്ക്ക് ഉണ്ടായിട്ടില്ല. നമ്മുടെ പബ്ലിക് സ്റ്റേഡിയം എത്ര കാലമായി ഇവിടുന്ന് MLA മന്ത്രിയായി വരെ പോയ സ്ഥലമാണ്. ആ പബ്ലിക് സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച്, എന്തുകൊണ്ട് അതിനൊരു മാറ്റം ഉണ്ടാവുന്നില്ല? തിരുവല്ലയിൽ എന്താണ് തിരുവല്ലയ്ക്ക് കഴിഞ്ഞൊരു 15-20 കൊല്ലമായി എടുത്തു പറയാൻ പറ്റിയ യുവാക്കൾക്ക് തൊഴിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിന്റെ പേര് പറ, ഒരു സർക്കാരിന്റെ ഒരു വലിയ പ്രൊജക്ടിന്റെ പേര് പറ.
തിരുവല്ല ഉണ്ടോ? ഇല്ല. ഇപ്പം തിരുവല്ലയിലെ ജനങ്ങൾ പറയുന്നത് ഞങ്ങൾക്കിവിടെ ശാശ്വതമായിട്ട് ഒരു പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഇത്രയും കാലമായിട്ടില്ല. തിരുവല്ലയിൽ ഇപ്പം പല മേഖലകളിൽ ഇപ്പോൾ കാർഷിക മേഖലയുള്ള പ്രദേശങ്ങളാണ്, ഇപ്പം നിരണം ആ ഭാഗമൊക്കെ, അവിടെ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് കാര്യമായ ഒരു പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല. തിരുവല്ലയിലെ ചെറുപ്പക്കാർ നാടുവിട്ടു പോകുന്നു. അവരെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റിയ വ്യാവസായികപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തിരുവല്ലയിലില്ല. തിരുവല്ലയുടെ ഗതാഗത സൗകര്യങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, മറ്റു പല റെയിൽവേ സ്റ്റേഷൻ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം സ്ഥലവും അനുകൂല ഘടകങ്ങളുമുള്ള തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ അതേപടി കിടക്കുന്നു. ഞാൻ ഈ അടുത്തിടയ്ക്ക് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനെ കാണാൻ പോയപ്പോഴാണ് അദ്ദേഹം പോലും അത്ഭുതപ്പെട്ടു പോയത്. പത്തനംതിട്ടയുടെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ലയെക്കുറിച്ച് ഒരു മനുഷ്യൻ പോലും എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് തിരുവല്ലയിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ ഞാൻ തിരുവല്ലയുടെ മൊത്തം മാപ്പുമായിട്ടാണ് പോയത്. തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ഇത്ര സ്ഥലമുണ്ടെന്ന് ഒരു ഗൂഗിൾ മാപ്പിൽ വഴി ഞാൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. ഒപ്പം കമ്പയർ ചെയ്ത് ഞാൻ ചെങ്ങന്നൂരും കോട്ടയവും ഒക്കെ കമ്പയർ ചെയ്ത് കാണിച്ചു. അതിനേക്കാളും ഒക്കെ സ്ഥലമുള്ള ഒരു സ്ഥലമാണ് തിരുവല്ല. ആ സ്ഥലം കാട് പിടിച്ച് കിടക്കുന്ന, ആ പ്രദേശത്തെ സ്ഥലമൊക്കെ കാട് പിടിച്ച് കിടക്കുന്നത് ഞാൻ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം പോലും അമ്പരന്ന് പോയി. അതിൻ്റെ മുമ്പ് ഇരുന്നുകൊണ്ട് അദ്ദേഹം DRM വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ തിരുവല്ലയുടെ വികസനത്തിന്, തിരുവല്ലയുടെ വെള്ളപ്പൊക്ക വിഷയങ്ങൾ, അതിലേക്ക് ഞാൻ കടക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് പ്രൊജക്ട് തിരുവല്ല വന്നായിട്ട് ആർക്കും ചൂണ്ടിക്കാണിക്കാനില്ല. അതുകൊണ്ട് തന്നെയും തിരുവല്ലയ്ക്ക് ഒരു നല്ല ഡെവലപ്മെന്റ് ആവശ്യമുണ്ട്, തിരുവല്ലയ്ക്ക് ഒരു മാറ്റം ആവശ്യമുണ്ട് എന്നാണ് ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം ജനങ്ങൾ എന്നോട് പറയുന്നത്. ആ ഒരു മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിലെല്ലാ കാര്യങ്ങളും ഒരു ഇപ്പോൾ മുനിസിപ്പാലിറ്റിക്കോ പഞ്ചായത്തിനോ ചെയ്യാൻ സാധിക്കില്ല. ചില പ്രൊജക്റ്റുകൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രൊജക്റ്റുകളാണ്, ചില പ്രൊജക്റ്റുകൾ കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം റെയിൽവേ സ്റ്റേഷൻ അത് കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം തിരുവല്ലയുടെ വെള്ളപ്പൊക്ക പ്രശ്നം, അതിനുള്ള പരിഹാരത്തിന് ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് കേന്ദ്ര സർക്കാരിനാണ്. പക്ഷെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കാൻ മുമ്പിൽ നിൽക്കാൻ ഒരു ലീഡർ വേണ്ടേ? ആ ലീഡറിന് കൃത്യമായിട്ടുള്ളൊരു വിഷൻ ഉണ്ടാവണം, ആ ലീഡറിന് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണം, ആ ലീഡറിന് അതിനുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവണം. ഈ 3 ഘടകങ്ങളും ഒരുമിച്ച് വന്നിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുകൂടി ഉണ്ടെങ്കിൽ, ജനങ്ങളൊപ്പം ഉണ്ടെങ്കിൽ തിരുവല്ലയിൽ മാറ്റം ഉണ്ടാവും. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എവിടെ ചെല്ലുമ്പോഴും അമ്മമാരും ചേച്ചിമാരും ആളുകളും യുവാക്കളും എല്ലാം എന്നോട് പറയുന്നത് ആ ഒരു മാറ്റം കൊണ്ടുവരാൻ തിരുവല്ല ഇത്തവണ സാധിക്കണം എന്നൊരു കാര്യങ്ങൾ എന്നോട് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്താണ് ചേട്ടൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി തിരുവല്ലയെ കൊണ്ടുവരുന്ന ഒരു മാറ്റത്തിൻ്റെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ? ഫസ്റ്റായിട്ട് തിരുവല്ലയിൽ കൊണ്ടുവരേണ്ടത് തിരുവല്ലയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം തന്നെയാണ്. കാരണം എന്തൊരു എക്കണോമിക് ആക്ടിവിറ്റി വരണമെന്നുണ്ടെങ്കിലും, എന്തൊരു പ്രോഗ്രസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിലും അവിടെ ഏറ്റവും അധികം വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഇപ്പം അടിസ്ഥാന സൗകര്യമില്ലാത്ത, ഇപ്പോൾ റോഡില്ലാത്ത ഒരു സ്ഥലത്ത് പോയി ആരെങ്കിലും ഫാക്ടറി തുടങ്ങും ഇല്ല എന്ന്. അപ്പോൾ അതൊരു ഒരു കോമൺ സെൻസ് അല്ലേ? അത് തിരുവല്ലയിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഫസ്റ്റ് എല്ലാ റോഡുകളും ഏറ്റവും മികച്ച രീതിയിൽ നല്ല റോഡുകളാക്കി നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. അതാണ് ഏറ്റവും അടിയന്തരമായിട്ട് തിരുവല്ലയ്ക്ക് വേണ്ട അടിസ്ഥാന ഫസ്റ്റ് പ്രയോറിറ്റി. അതോടൊപ്പം തന്നെ ആ റോഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് പോലെ തന്നെ മറ്റ് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, അതിപ്പോൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആവാം, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആവാം. അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറാണ്, അടിസ്ഥാന സൗകര്യ വികസനമാണ്. മഴ പെയ്യുന്നു എന്ന് കേൾക്കുമ്പോഴേ പകുതി ആൾക്കാർക്കും ടെൻഷനാണ്. ഇപ്പോൾ ടുവേർഡ്സ് വെസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരപ്പോഴേ ക്യാമ്പിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. ആക്ച്വലി അതൊരു സൊല്യൂഷനായിട്ട് തോന്നിയിട്ടില്ല. കാരണം അത് അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ 2018 വെള്ളപ്പൊക്കം അല്ല പറയുന്നത്. ഇവിടെ എങ്ങനത്തെ ഒരു മഴ അത്യാവശ്യം ഒരു മാസം അടുപ്പിച്ച് പെയ്ത് കഴിഞ്ഞാൽ, ഒരു മാസം വേണ്ട, ഒരാഴ്ച പെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആൾക്കാർ ക്യാമ്പിലോട്ട് മാറുകയാണ്. ഇതിനൊരു സേഫ് ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മുടെ ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. അതിനകത്ത് വേണ്ടത്, സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടോ അതിനെക്കുറിച്ചൊരു പഠനമോ ആരും നടത്തിയിട്ടില്ല. ഇപ്പോൾ തിരുവല്ലയെക്കുറിച്ച് നമുക്കറിയാം, ഏറ്റവും അധികം ആറുകളുള്ള സ്ഥലമാണ്, ആറുകളുടെ കൈത്തോടുകളുള്ള സ്ഥലമാണ്, ചാലുകളുള്ള സ്ഥലമാണ്, കനാലുകളുള്ള സ്ഥലമാണ്. ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു വലിയ ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ഈ വെള്ളം മുഴുവൻ ഒഴുകിപ്പോവായിരുന്നു. ഒരു വലിയ മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴുകിപ്പോവായിരുന്നു. ഇപ്പം ആ നീരൊഴുക്ക് നിന്നു പോകുന്നതും നീരൊഴുക്കിൻ്റെ സ്പേസ് കുറഞ്ഞത് കൊണ്ടാണ് ഇത്രയധികം വെള്ളപ്പൊക്കം ഇവിടെ തിരുവല്ല ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പം നമ്മുടെ ഒരു കൈത്തോട്, ഒരു തോട്, ആ തോട് ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റികളിലൊക്കെ പോകുന്ന തോടുകളുണ്ടല്ലോ, ഈ തോട് ഒരു 50 വർഷം മുമ്പ് എത്രത്തോളം വെള്ളം അതിൽ കൂടെ ഒഴുകി പോകുന്നുണ്ടോ അതിൻ്റെ ഒരു 5-1 വെള്ളം പോലും അതിൽ കൂടെ ഒഴുകി പോകാൻ പറ്റുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ സിൽട്ടും മണ്ണും ഒക്കെ വന്നടിഞ്ഞ് അതിൻ്റെ ആഴം കുറഞ്ഞു, അതിൻ്റെ വീതി കുറഞ്ഞു, പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് പോളയടിയുന്നു. അപ്പം അത് കാരണം എന്താ സംഭവിക്കുന്നത്? ഈ വെള്ളമൊഴുക്കില്ലാതാവും. ഇതിന് പരിഹാരം, ഇതിന് കാർഷിക മേഖലയുമായി ബന്ധമുണ്ട്. കാരണം ഈ വെള്ളം പലതും ഒഴുകിയിട്ടാണ് നമ്മുടെ പെരിങ്ങരയിലും നെടുമ്പറത്തും നിരണത്തുമൊക്കെയുള്ള നെൽപ്പാടങ്ങളിലേക്കുള്ള വെള്ളം പോലും ഈ തോടുകൾ വഴിയുള്ള വെള്ളമാണ്. അവർക്ക് വെള്ളം ആവശ്യമുണ്ട്, അവർക്ക് വെള്ളം കിട്ടുന്നില്ല. പക്ഷേ വെള്ളപ്പൊക്കം ഉണ്ടോ ചോദിച്ചാൽ വെള്ളപ്പൊക്കം ഉണ്ട്. ഇതാണ് തിരുവല്ലയുടെ പാരഡോക്സ്, ഈ വെള്ളപ്പൊക്കമായിട്ട് ബന്ധപ്പെട്ട പാരഡോക്സ്. ഇതിനെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ജലാശയങ്ങളെ എല്ലാം നമുക്ക് പുനരുജ്ജീവിപ്പിക്കേണ്ടിയിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമായി തുടങ്ങിയത് ഒരു ജൽശക്തി മന്ത്രാലയം കൊണ്ടുവരിക എന്നുള്ളതാണ്.
ഈ ജൽശക്തി മന്ത്രാലയം കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ മാത്രമല്ല, ഭാരതത്തിലെ എല്ലായിടത്തുമുള്ള പ്രശ്നമാണ്. കുടിവെള്ളമില്ല, ഈ വെള്ളമൊഴുക്ക് തടസ്സപ്പെടുന്നു, നമ്മുടെ ജലാശയങ്ങൾ വറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ ജലാശയം വെള്ളമൊഴുക്ക് ഇല്ലാതായി പോകുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് മനസ്സിലാക്കിയത് ഈ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയായിരുന്നു ചോദിച്ചപ്പോൾ അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയിലെ ഒരു ചെറിയ ഡിപ്പാർട്ട്മെൻറ്റായി ഒതുങ്ങി കിടന്നായിരുന്നു ഈ വെള്ളത്തിൻ്റെ മുഴുവൻ സംവിധാനവും. അദ്ദേഹം അതിനെ ഒരു മന്ത്രാലയമാക്കി, ജൽശക്തി മന്ത്രാലയം എന്നൊരു പേര് കൊടുത്തിട്ട് വലിയ പ്രൊജക്റ്റും ഉണ്ട്, ഒരു മന്ത്രാലയമാക്കി. എന്നിട്ട് അദ്ദേഹം ഗംഗ റെജ്യൂനേഷൻ, മറ്റ് നദികളുടെ റെജ്യൂനേഷന് വേണ്ടി പ്രൊജക്റ്റ് കൊണ്ടുവന്നു. നമാമി ഗംഗ എന്നൊക്കെ പറഞ്ഞ നമ്മൾ പ്രൊജക്റ്റ് കണ്ടതാണ്. അങ്ങനെ ജൽശക്തി മന്ത്രാലയത്തിന് കീഴിൽ വാട്ടർ റെജ്യൂനേഷന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം കൊണ്ടുവന്നു. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നദികൾ, നമ്മുടെ തോടുകൾ, അതിനെല്ലാം ആഴം കൂട്ടി സൈഡുകൾ കെട്ടിയുറപ്പിച്ച് പോളകൾ വാരി നല്ല കൃത്യമായ ജല ഒഴുക്ക്, വെള്ളമൊഴുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് കൃത്യമായ പ്രൊജക്റ്റ് കൊണ്ടുവന്നു. 2, ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ. ഈ മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ വേണ്ടിയിട്ട് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും. ഗുജറാത്തിലെ നദികളുടെ സൈസിലുള്ള കനാലുകളെ കുറിച്ചൊക്കെ അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഇറിഗേഷൻ പ്രൊജക്റ്റുകൾ നരേന്ദ്രമോദി സർക്കാർ ഏറ്റവും അധികം പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് അങ്ങനെ പുതിയതായിട്ട് കനാൽ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് തന്നെ മതി, ഇതുവഴി വെള്ളം ഒഴുകും. പക്ഷേ ഇത് മൈനർ ഇറിഗേഷൻ്റെ പ്രൊജക്റ്റുകൾ കേന്ദ്ര സർക്കാരിലുണ്ട്, മേജർ ഇറിഗേഷൻ്റെ പ്രൊജക്റ്റ് കേന്ദ്ര സർക്കാരിലുണ്ട്. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു 4-5 മാസം മുമ്പ്, ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ ഒരു കൂട്ടം കർഷകർ വന്ന് കണ്ടിട്ട് നെൽകർഷകരുടെ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യമായി അവർ മുമ്പോട്ട് വെച്ചത് ഈ ആവശ്യമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ അവരെയും കൂട്ടിക്കൊണ്ട് ഡൽഹിയിൽ പോയി. ശിവരാജ് സിംഗ് ചൗഹാന്റെ കീഴിലാണ്, അഗ്രികൾച്ചർ മിനിസ്റ്റർ, റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്ററിന്റെ കീഴിലാണ് ഈ പ്രൊജക്റ്റുകളെല്ലാം വരുന്നത്. അദ്ദേഹം ഉടനെ തന്നെ ഒരു ജോയിന്റ് സെക്രട്ടറി IAS ഓഫീസറെ ഇങ്ങോട്ട് വിട്ടു. ഈ നമ്മുടെ പെരിങ്ങരയിലും വന്നു. അവർ വന്നതിന് ശേഷം ഇവിടുത്തെ വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസേഴ്സുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താന്ന് പറഞ്ഞവർ തിരിച്ചുപോയി. ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നെ ബന്ധപ്പെട്ടു, കാരണം ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ IAS ഓഫീസർ എന്നെ ബന്ധപ്പെട്ടു, ഞാൻ അവരെ കാണാൻ പോയി. അവരെ കാണാൻ പോയപ്പോൾ അവർ എൻ്റെ മുമ്പിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചു. എന്നിട്ട് പറഞ്ഞു, മൈനർ ഇറിഗേഷനിൽ കൃത്യമായ ഫണ്ടുണ്ട്, ആ ഫണ്ട് സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇവിടെ നിന്ന് MP-യോ ആരെങ്കിലും ഒരാൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ തോടുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനകത്ത് സംസ്ഥാന സർക്കാരിന് 1 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട. അവർ പറഞ്ഞു, സംസ്ഥാന സർക്കാരിന് പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ പറയുന്നത് നടക്കാതെ പോകുന്നത്. അതിനകത്ത് അവരൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട, 50 കോടിയോ 25 കോടിയോ എത്ര കോടി വേണമെങ്കിലും നബാർഡിനെ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ അവർ റെഡിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഒരു MP-യോ MLA ഒരിക്കലും ഇത് തേടി ഒരിക്കലും പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ശാപം. എൻ്റെ മനസ്സിലുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട്, ഈ പ്രൊജക്റ്റുകൾ കേന്ദ്ര സർക്കാരിൻ്റെ മൈനർ ഇറിഗേഷനും മേജർ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് ആ സഹായത്തോടു കൂടി ആ ഫണ്ടുകൾ എത്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ജലാശയങ്ങളെല്ലാം നമുക്ക് ആഴം കൂട്ടി വൃത്തിയാക്കി പോളകളെല്ലാം വാരി സൈഡുകളെല്ലാം തിട്ടകളെല്ലാം കെട്ടി ആ ഒരു ജലമൊഴുക്ക് കൃത്യമായി 1, 2, 3 വർഷം എടുക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റ് ആയിരിക്കും. ഒത്തിരി കോടികൾ ചിലപ്പോൾ വേണ്ടി വരും. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ സഹായമുണ്ടെങ്കിൽ നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ ഈ തിരുവല്ല നേരിടുന്ന ഈ വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കും. നമ്മുടെ നെൽപ്പാടത്തിലുള്ള കർഷകർക്ക്, ഇപ്പോൾ ഇന്നലെ ഞാൻ നിരണത്ത് പോയപ്പോൾ അവർ പറഞ്ഞു, അവർ 2 കൃഷി ചെയ്തുകൊണ്ടിരുന്നവരാണ്, ഇപ്പോൾ ഒരു കൃഷിയേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വെള്ളമില്ല. ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം ഈ ഒരൊറ്റ പ്രൊജക്റ്റ് വഴി നടപ്പിലാക്കാൻ സാധിക്കും. ഇതെൻ്റെ മനസ്സിലുള്ളൊരു വലിയ കാഴ്ചപ്പാടാണ്. എനിക്ക് തിരുവല്ല ജനങ്ങളൊരു അവസരം തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനിത് ചെയ്യും. ഇതൊരു വലിയ പ്രശ്നമാണ്, ഈ വെള്ളപ്പൊക്കത്തിന്റെ ഇഷ്യൂ ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഗുജറാത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിച്ചാണ്, എന്താണ് ഈ ഗുജറാത്ത് മോഡൽ എന്ന് പറയുന്നത്? പല സംസ്ഥാനത്തിൻ്റെയും ഞാൻ എക്സാമ്പിൾ പറഞ്ഞില്ല. ഇപ്പം തമിഴ്നാടിൻ്റെ മോഡൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തമിഴ്നാട്ടിൽ അവർ ഇൻഡസ്ട്രിയെ കൊണ്ടുവന്നു, ഇൻഡസ്ട്രിയൽ പാർക്ക് ഉണ്ടാക്കി, ഫോറിൻ കമ്പനീസിനെ കൊണ്ടുവന്നു, എന്നിട്ട് അവിടെ ഓട്ടോമൊബൈലിൻ്റെ മാനുഫാക്ചറിങ്, അതിൻ്റെ മാനുഫാക്ചറിങ്, അങ്ങനെയാണ്. ഇപ്പോൾ കോയമ്പത്തൂരൊക്കെ നമുക്കറിയാം ഹെവി ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഹബ്ബാണ്. ഗുജറാത്ത് മോഡൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുജറാത്തിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിരുന്നു. ഗുജറാത്ത് ഒരു അഗ്രേറിയൻ സൊസൈറ്റി അല്ലായിരുന്നു. കാരണം ഗുജറാത്തിൽ വെള്ളമില്ല, ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ അവർ ട്രേഡർ കമ്മ്യൂണിറ്റി ആയിരുന്നു. എന്നും അവിടെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ. അപ്പം ഗുജറാത്തിലൊരു പയ്യൻ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അവൻ ആദ്യം ചിന്തിക്കുന്നത് ഏത് ബിസിനസ്സിൽ ഇറങ്ങും എന്നുള്ളതാണ്. ഞാൻ പറയാൻ മനസ്സിലായോ? അവിടെ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഉള്ള ക്രേസ് അല്ല അവിടെ ഉള്ളത്. അവിടെ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ക്രേസ് ഉള്ളത് CA ആവാനാണ്. കാരണം അത്രത്തോളം ബിസിനസ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഗുജറാത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പറയുന്ന ആളുകളുടെ ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ പൈസയുണ്ട്, അവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിച്ചു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കച്ച് എന്ന് പറയുന്ന മേഖല ഭൂകമ്പമൊക്കെ വന്ന് വളരെ പിന്നോക്കമായിരുന്ന മേഖലയാണ്. അദ്ദേഹം അവിടെ ഒരു പോർട്ട് കൊണ്ടുവന്നു, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. കാണ്ട്ല പോർട്ടും മുന്ദ്ര പോർട്ടും നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പോർട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഗുജറാത്തിലുള്ള വ്യാപാരികൾ, വ്യവസായികൾ അവിടെ വന്ന് ഫാക്ടറി തുടങ്ങി, അവിടെ വന്ന് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങി. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അവർ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആ പോർട്ടും വയബിളായി, അവിടെയുള്ള ആളുകൾക്ക് പൈസയായി,
ആ നഗരങ്ങളെല്ലാം ഒരു നല്ല മികച്ച നഗരങ്ങളായിട്ട്. ഇതാണ് ഗുജറാത്ത് മോഡൽ. എല്ലാ മോഡലും കേരളത്തിൽ പ്രാക്ടിക്കൽ ആണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഗുജറാത്ത് മോഡൽ എന്താണെന്ന് ചോദിച്ചുകൊണ്ടുള്ള മറുപടി ഞാൻ പറയാം. നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് ഗുജറാത്തിലെ പൈസയുള്ള ആളുകൾ, ബിസിനസ്സുകാരുടെ കയ്യിലുള്ള പൈസയെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു. എങ്ങനെ? അതിനുള്ള പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറും പബ്ലിക് സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട്. ഞാൻ ഉദാഹരണമായിട്ടാണ് ഈ മുന്ദ്ര പോർട്ടും കാണ്ട്ല പോർട്ടും പറഞ്ഞത്. ഒരു പോർട്ട് വന്നപ്പോൾ അവിടെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തു. അവിടുത്തെ ഗുജറാത്തിലെ ആളുകൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു. അവർക്ക് പുറത്തുനിന്ന് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരേണ്ട കാര്യം പോലും ഇല്ല. അവിടെയുള്ള ബിസിനസ്സുകാരിൽ തന്നെ പൈസയുണ്ട്, അവർ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ആ നഗരങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തു. അപ്പൊ പക്ഷെ കേരളത്തിന് ഈ മോഡലാണോ വേണ്ട ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മോഡൽ ആയിരിക്കത്തില്ല. കേരളത്തിന് വേറെ മോഡൽ വേണ്ടി വരും. പക്ഷെ കേരളം അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു മോഡലുണ്ട്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മോഡലുണ്ട്. ഇപ്പൊ ടാറ്റയുടെ എക്സാമ്പിൾ നമുക്കറിയാം. രത്തൻ ടാറ്റയെ അവിടുന്ന് മമതാ ബാനർജി ഓടിച്ചപ്പോൾ രത്തൻ ടാറ്റയ്ക്ക് വേറെ നിർവാഹമില്ലാത്തപ്പോൾ രത്തൻ ടാറ്റയോട് പല സുഹൃത്തുക്കളും പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഗുജറാത്തിലാണ്. അപ്പം അദ്ദേഹം ഒരു മെസ്സേജ് ഇട്ടു നരേന്ദ്രമോദിക്ക്, ഞാൻ അവിടെ വന്ന് തുടങ്ങിക്കോട്ടെ എന്ന്. ഇത് റിപ്ലൈ ആയിട്ട് അദ്ദേഹം ഒരു തിരിച്ചൊരു മെസ്സേജ് ഇട്ടു, സ്വാഗതം. അവർ ഒറ്റ മെസ്സേജിലാണ് നാനോ പ്ലാന്റ് മുഴുവൻ അങ്ങോട്ട് ഷിഫ്റ്റ് ആയത്. പക്ഷേ ഷിഫ്റ്റ് ആകുക മാത്രമല്ല, ശ്രീ രത്തൻ ടാറ്റ മരിക്കുന്നതിന് ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ബോംബെയിലുള്ള വസന്തി പോയി കാണാൻ ഭാഗ്യം കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ മുഖാവിൽ നിന്ന് നേരിട്ട് കേട്ട അനുഭവം കേട്ട വ്യക്തിയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത്, അതിനുശേഷം ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ ആദ്യത്തെ സെറ്റ് ഓഫ് കംപ്ലയൻസസ് കംപ്ലീറ്റ് ചെയ്തതിന്റെ പേപ്പറുമായിട്ട് അവിടെ സർക്കാർ ഉദ്യോഗസ്ഥർ നിന്നത്. നിങ്ങൾ വന്ന് ഇറങ്ങിയാൽ മതി, ഇലക്ട്രിസിറ്റിയുടെ പേപ്പർ, ലാൻഡിന്റെ പേപ്പർ, വാട്ടറിന്റെ പേപ്പർ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം നടത്തേണ്ട പേപ്പർ വർക്ക് എല്ലാം 15-20 ദിവസം കൊണ്ട് തീർന്നു. ഒന്ന് ആലോചിക്കണം, ഇത്രയും വലിയ പ്ലാന്റിനുള്ള പേപ്പർ വർക്ക് ഒരു മാസത്തിൽ കുറയാതെ സമയം കൊണ്ട് തീർത്തു കൊടുത്തു നരേന്ദ്രമോദി സർക്കാർ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. കേരളത്തിൽ ഒരാൾ ബിസിനസ് തുടങ്ങാൻ വന്നു കഴിഞ്ഞാൽ ഒരാൾ ഒരു വർഷമെങ്കിലും ഇട്ട് ഓടിക്കും, കുറച്ച് ബുദ്ധിമുട്ടും. ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മോഡൽ ഉണ്ടല്ലോ ഗുജറാത്തിലെ, അത് പല സംസ്ഥാനത്തും ഇപ്പോൾ നടപ്പിലായി വരുന്നുണ്ട്. അതാണ് ആദ്യമായി കേരളം അഡോപ്റ്റ് ചെയ്യേണ്ട മോഡൽ. ഗുജറാത്ത് മോഡൽ ചോദിച്ചല്ലോ, അത് ഗുജറാത്തിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മോഡൽ കേരളം അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഒരുപാട് പദ്ധതികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് എല്ലാവരിലും എത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇല്ല എന്ന് തന്നെയാണ്. എന്താണ് അതിന് ചെയ്യേണ്ട ഒരു കാഴ്ചപ്പാട്? നരേന്ദ്രമോദി സർക്കാർ സാധാരണക്കാരന് ഏറ്റവും താഴെത്തട്ടുള്ള ആളുകൾക്ക് പോലും ഗുണകരമായിട്ടുള്ള പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആ പദ്ധതികൾ ഒന്നെങ്കിൽ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ പദ്ധതികളുടെ പേര് മാറ്റിയിട്ട് പലതായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിലൊന്നാണ് ഈ ലൈഫ് മിഷൻ എന്ന് പറയുന്ന പരിപാടി. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന വലിയൊരു പദ്ധതിയാണ്. ഇവർ ഇങ്ങനെ ഒരു ബ്രാൻഡിങ് കൊടുത്തുകൊണ്ട് അവരുടെ പദ്ധതിയാക്കാൻ ശ്രമിച്ചത്. പോട്ടെ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കടക്കുന്നില്ല അതിലേക്ക്. പക്ഷെ അട്ടിമറിക്കാൻ ഒരു ഉദാഹരണം പറയാം. പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് വയവന്ദന എന്ന് പറയുന്നൊരു സ്കീം കൊണ്ടുവന്നു. 70 വയസ്സിന് കഴിഞ്ഞ ഒരാൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരിരക്ഷ. കേരളം അതിൽ ഒപ്പുവെക്കുന്നില്ല. അതേസമയം കേരളത്തിന്റെ ആരോഗ്യ പദ്ധതിയായ കാരുണ്യ തകർന്നിരിക്കുകയാണ്. മെഡിസെപ്പ് നടപ്പിലാക്കാൻ പറ്റുന്നില്ല. എങ്കിൽ സാധാരണക്കാരൻ 70 വയസ്സുള്ളവന് എന്തെങ്കിലും ചികിത്സ കിട്ടിക്കോട്ടെ, അത് നരേന്ദ്രമോദിയുടെ ക്രെഡിറ്റിൽ പൊക്കോട്ടെ എന്ന് കരുതണ്ടേ ഇവിടുത്തെ സർക്കാർ? അവരുടെ ക്രെഡിറ്റ്, നരേന്ദ്രമോദി സർക്കാരിന് ക്രെഡിറ്റ് പോകരുതെന്നുള്ള ഒറ്റ ദുരുദ്ദേശം കൊണ്ട് മാത്രം ഒരു പദ്ധതി തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നാലോചിച്ച് നോക്കണം. 70 വയസ്സുള്ള നമ്മുടെ വീട്ടിലൊരു അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവരുടെ പെൻഷനിൽ വേണ്ട അവർ പൈസ അത് ചിലവാക്കാൻ, അല്ലെങ്കിൽ മക്കളെ ഡിപ്പെൻഡ് ചെയ്യണ്ടേ? ഇതൊന്നും വേണ്ടാതെ അവർ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സൗജന്യമായിട്ട് 5 ലക്ഷം രൂപയുടെ ചികിത്സ നേടിക്കോട്ടെ എന്ന് ചിന്തിക്കേണ്ട ഇവിടുത്തെ സർക്കാർ. ഇത് ഈ അട്ടിമറിയാണ് ആദ്യമേ നമ്മൾ മാറ്റേണ്ടത്. ഇവിടെ BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ അട്ടിമറി ഞങ്ങൾ അന്നേരം മാറ്റും. ഏതെല്ലാം നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികളുണ്ടോ അതെല്ലാം നമ്മൾ ഇവിടെ നടപ്പിലാക്കും. പക്ഷെ രണ്ടാമത് എടുത്തു പറയേണ്ട കാര്യങ്ങൾ, പല പദ്ധതികളും താഴെത്തട്ടിൽ അറിയപ്പെടുന്നില്ല, അതിനെ തടയാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് മുദ്ര യോജന പോലും ചെറുപ്പക്കാരെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ ബിസിനസ് തുടങ്ങാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് മുദ്ര. അതിന്റെ പ്രൊമോഷൻ കേന്ദ്ര സർക്കാരും ബാങ്കുകളും നടത്തുന്നതല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഏറ്റവും എളുപ്പത്തിൽ, അതായത് സാധാരണക്കാരൻ ഇന്നൊരു ചെറിയ ബിസിനസ് തുടങ്ങണം, ഒരു ഓട്ടോ വാങ്ങിക്കണം, ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങണം, 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, ഒരു ഈടും വേണ്ടാതെ ഒരു പ്രൊജക്ട് റിപ്പോർട്ട്, 2 ലക്ഷത്തിന് മുകളിൽ മാത്രമേ പ്രൊജക്ട് റിപ്പോർട്ടും ഉള്ളൂ. ഒരു പ്രൊജക്ട് റിപ്പോർട്ട് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു പദ്ധതിയാണ്. എന്തുകൊണ്ടാണ് ഇവർ പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറാക്കാനായിട്ടുള്ള ആൾക്കാരുമുണ്ട്? അതെ, ആൾക്കാരുമുണ്ട്. ഇത് കൂടാതെ പല പദ്ധതികളിലൂടെ അറിയപ്പെടാതെയും പോകുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം PMEGP എന്ന് പറയുന്നൊരു ലോണുണ്ട്. അതായത് 10 ലക്ഷത്തിന് മുകളിൽ 1 കോടി രൂപ വരെയും ലോൺ കിട്ടുന്ന പരിപാടികളുണ്ട്. ഒരു വലിയ സ്ഥാപനം തുടങ്ങണം, ഒരു ചെറിയ ഫാക്ടറി തുടങ്ങണം, ഒരു ഇൻഡസ്ട്രി യൂണിറ്റ് തുടങ്ങണം, ഒരു കൂട്ടം അമ്മമാരെ ഒരുമിച്ച് ചേർന്ന ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഒരു ഇൻഡസ്ട്രി തുടങ്ങണം. അതിന് PMEGP എന്ന് പറയുന്ന ലോൺ ഉണ്ട് ബാങ്കിൽ. പക്ഷെ ആ ഒരു പദ്ധതി താഴെത്തട്ടിൽ അതിനുള്ള അവയർനെസ് കൊടുക്കാൻ ഇവിടെ ആളുകളില്ല.
അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ശാപം. 1 കോടി രൂപ വരെ ഒരു ഇടുമില്ലാതെ ഒരു പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ബലത്തിൽ ലോൺ കിട്ടുന്ന പദ്ധതിയാണ് PMEGP. ആരെയാണ് അതിനിപ്പോൾ സമീപിക്കേണ്ടത്? തീർച്ചയായിട്ടും ബാങ്കിൽ സമീപിച്ചാൽ മതി. ബാങ്കുകാരുടെ കയ്യിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷേ ബാങ്കുകാരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കുകാർക്ക് അവരുടെ ബാങ്കിങ് പരിപാടിയിൽ തന്നെ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്യാപൃതരാണ്. അതും കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ പ്രൊമോഷൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യമല്ല. അപ്പം അതുകൊണ്ടാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഈ ഒരു കാര്യങ്ങൾ, ഇവിടുത്തെ ജനപ്രതിനിധികൾ ഈ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും സാധാരണക്കാരന് കിട്ടണമെന്ന് അവർ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല? ഒരു MLA എടുത്ത് വന്ന് ഇപ്പം എന്നെ കാണാൻ വരുന്ന ഏറ്റവും അധികം ആളുകൾ 2-3 കാര്യങ്ങൾക്കാണ് വരുന്നത്. ഒന്ന് വീടിൻ്റെ ആവശ്യത്തിന് വരും. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഒരു തൊഴിൽ തുടങ്ങാൻ വേണ്ടിയിട്ട്, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരാൾ വരുമ്പോൾ അയാളെ ഞാൻ നേർവഴിക്ക് നയിച്ചു വിടണ്ടേ? ഒരു MLA എടുത്ത് ഇവിടെ കേരളത്തിൽ ഒരു യുവാവ് വന്നിട്ട് എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഇല്ല എന്നും പറഞ്ഞ് അവരെ മടക്കി വിടും. എന്തുകൊണ്ട് അവരോട് ബാങ്കിൽ പോയി മുദ്ര ലോണിന് അപേക്ഷിക്കൂ എന്ന് പറഞ്ഞുകൂടാ? PMEGP ലോണിന് വേണ്ടിയിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞുകൂടാ? CGTMSE എന്ന് പറയുന്ന ഒരു ലോണിന് വേണ്ടിയിട്ട് ബാങ്കിൽ പോയി അപേക്ഷിച്ചു എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? പോട്ടെ, വഴിയോര കച്ചവടക്കാരന് 15,000 മുതൽ 50,000 രൂപ വരെ ലോൺ കിട്ടുന്ന സ്വനിധി എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. അതും ഈ പറഞ്ഞ പോലാണ്. ഒരു വഴിയോര കച്ചവടക്കാരൻ അവൻ്റെ എല്ലാ മാസവും അവന് പച്ചക്കറി കച്ചവടം നടക്കുകയാണ്. അവൻ്റെ പച്ചക്കറിയുടെ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി അവന് പൈസ ഇല്ല. ബാങ്കിൽ പോയി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി സ്വനിധി എന്ന് പറയുന്നൊരു സ്കീമുണ്ട്. എന്തുകൊണ്ട് അവർ പറഞ്ഞു കൊടുക്കുന്നില്ല? ഞാൻ ചോദിക്കുന്നത് അതാണ്. കേരളത്തിൽ അതുകൊണ്ടാണ് BJPക്ക് ജനപ്രതിനിധി ഉണ്ടാവണമെന്ന് പറഞ്ഞു വരുന്നത്. ജനപ്രതിനിധി ഉണ്ടായാൽ മാത്രമേ, കാരണം ജനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പം ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇപ്പം ഞാൻ തന്നെ ഈ സ്കീമുകൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വോളണ്ടിയേഴ്സിനെ വീടുകളിൽ വിട്ടിട്ടാണ് അവരുടെ അടുത്ത് നേരിട്ട് ഇങ്ങനൊരു പദ്ധതി ഉണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യൂ, നിങ്ങൾക്ക് ഗുണം കിട്ടുമെന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? പക്ഷെ അതേ സമയത്ത് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് എളുപ്പമാണ്. അവൻ്റെ വീട്ടിലേക്ക് ആളുകൾ തേടി വരും. പക്ഷെ അവനത് ചെയ്തില്ല. ക്രെഡിറ്റ് പോകും. നരേന്ദ്രമോദി സർക്കാരിന് ക്രെഡിറ്റ് പോകും. ഞാൻ എന്തിന് PM സ്വനിധി വഴി വഴിയോര കച്ചവടം സഹായിക്കണം? ഞാൻ എന്തിനൊരു യുവാവിനെ മുദ്ര ലോൺ വഴി ഓട്ടോ എടുക്കാൻ സഹായിക്കണം? ഞാൻ എന്തിന് ഒരു അയൽക്കൂട്ടത്തിൻ്റെ സ്ത്രീകൾക്ക് ഒരു PMEGP ലോൺ വഴി 25 ലക്ഷം രൂപയുടെ ലോൺ കൊടുത്ത് സഹായിക്കണം? എന്തിനും നരേന്ദ്രമോദി സർക്കാർ ഇതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകണം? ഇതാണ് ചിന്തിക്കുന്നത്. ഈ കാഴ്ചപ്പാട് ഇപ്പം ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച് അവന് ലിമിറ്റേഷൻ ഉണ്ട്. എത്ര വീടുകൾ അവൻ കയറി ചെല്ലാൻ പറ്റും? ഞാൻ എന്നെക്കൊണ്ട് പരമാവധി വീടുകളിലേക്ക് ഞാൻ നേരിട്ട് ആ വിവരങ്ങൾ തിരുവല്ലയിൽ എത്തിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. പക്ഷെ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് അയാളെ തേടി അത് വരുമ്പോൾ, ഒരു MLA ഓഫീസിൽ വരുമ്പോൾ അയാൾക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഇതാണ് ഇവിടെ കാലങ്ങളായിട്ട് ഈ പദ്ധതികൾ തടഞ്ഞു വെക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണം. നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്ന സമയത്ത് BJP MLAക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണ്? നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോൾ ഒരു കേരളത്തിലൊരു BJP MLA ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു MLAക്ക് എന്തൊക്കെ സ്കോപ്പ് വഴി ഫണ്ട് കൊണ്ടുവരാൻ പറ്റും? ഒന്ന് എന്ന് പറയുമ്പോൾ MLAയുടെ കീഴിലുള്ള ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, MLAയുടെ കീഴിൽ എന്ന് വെച്ചാൽ ഡയറക്റ്റ് കീഴിലല്ല, പക്ഷെ ഒരു MLAക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫണ്ടുകളെ വേണമെങ്കിൽ അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ പറ്റും. 2 MLAയുടെ ഫണ്ട്. 3 MLAക്ക് MP-യുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ MP-യുടെ ഫണ്ടും ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഇതിനൊക്കെ അപ്പുറം സംസ്ഥാന സർക്കാരിൻ്റെ പല ഇതുണ്ട്. ഇപ്പോൾ പൊതുമരാമത്ത്, ഒരു MLA വിചാരിച്ചു കഴിഞ്ഞാൽ പൊതുമരാമത്തിൽ നിന്ന് ഫണ്ടുകൾ എത്തിക്കാൻ പറ്റും. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകളുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഇവിടുത്തെ തോടുകളെ സംരക്ഷിക്കണം. ഇപ്പോൾ ഇവിടുത്തെ തിരുവല്ല മുനിസിപ്പാലിറ്റിയിലെ തോടുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഫണ്ടാണ്. അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഇവിടുത്തെ ഈ തോട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് 40 ലക്ഷമോ മുടക്കിക്കൊണ്ട് വൃത്തിയാക്കാനുള്ളൊരു പദ്ധതി വെച്ചു. ആ മുനിസിപ്പാലിറ്റിക്ക് അത്രയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫണ്ട് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അമൃത് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് മുനിസിപ്പാലിറ്റി കിട്ടുന്നത് കൊണ്ട് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 40 ലക്ഷം രൂപ മുടക്കി അവർക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ 40 ലക്ഷം കൊണ്ട് അവർക്ക് ചെറിയൊരു സ്ട്രെച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറയുന്ന തിരുവല്ലയിലെ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലുമുള്ള എല്ലാ തോടുകളും അവർക്ക് നവീകരിക്കാൻ പറ്റത്തില്ല. ഒരു MLA വിചാരിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ സഹായം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി മുമ്പോട്ട് പോകാം. ഒരു 1 കോടി രൂപ വരെയൊക്കെ ഫണ്ട് ചെലവഴിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കേന്ദ്ര സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ 50 കോടി രൂപ കൊണ്ടുവരാൻ പറ്റും, 25 കോടി രൂപ കൊണ്ടുവരാൻ പറ്റും, 100 കോടി രൂപ കൊണ്ടുവരാൻ പറ്റും. അത്രയും വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ തോടല്ല പരിഹരിക്കാൻ പോകുന്നത്. നിരവധി തോടുകൾ വരും. പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു തോട് വൃത്തിയാക്കും, അപ്പോഴത്തേക്ക് അടുത്ത തോട് അവിടെ കിടക്കുമല്ലേ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ തോടിൽ നിന്നുള്ള ഒഴുക്കും എല്ലാം വന്നിട്ട് ഈ തോട് പഴയ പടിയാവും. ഈ 40 ലക്ഷം രൂപ നമ്മൾ ചിലവാക്കുന്നത് വേസ്റ്റ് ആവും. ഇതിന് സമഗ്രമായിട്ട് വേണം ഇതിനെയൊക്കെ വൃത്തിയാക്കാനും. ഇതിനെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഒരു ഡബിൾ എഞ്ചിൻ MLA ആണെങ്കിൽ, നരേന്ദ്രമോദിയുടെ സഹായത്തോടു കൂടി ഇരിക്കുന്ന MLA ആണ് തിരുവല്ലയിൽ ഉള്ളതെങ്കിൽ നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ടുവരാൻ സാധിക്കും.
MLA ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കും, MP ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജയിച്ചു പോയ MP മാത്രമല്ല, രാജ്യസഭാ MP ഫണ്ട് കൂടി കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ടുവരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പക്ഷെ നരേന്ദ്രമോദിയുടെ MLA ആയിരിക്കണം. കാരണം അവിടെ പോയി കാരണം നരേന്ദ്രമോദി സർക്കാരിൽ ഇപ്പോൾ കേരളത്തിലൊരു MLA പോയി സഹായിക്കത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. പക്ഷെ ഇവിടുത്തെ ഒരു MLA അവിടെ പോവോ? പോകില്ല. ഇവിടുത്തെ ഫ്ലൈറ്റ് ചാർജും ഫ്ലൈറ്റ് ടിക്കറ്റും പിടിച്ച് ഞാൻ പോകുന്ന പോലെ ആരെങ്കിലും പോവോ? ഇല്ല. ഞാൻ ഇവിടുത്തെ റെയിൽവേയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൽ അപ്പോയിൻമെന്റ് എടുത്ത് പോകുന്ന പോലെ പോവോ? പോയില്ല. കാരണം ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റിൽ പോയി വരാൻ തന്നെ 10-25,000 രൂപയാവും. ഒരു MLA സ്വന്തം ചെലവിൽ അത് പോയില്ല. ഞാൻ പോവും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ആ MLAക്ക് അവിടെ ബന്ധങ്ങളുണ്ടോ? അതുകൊണ്ടാണ് പറയുന്നത്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു MLA ആണ് വരുന്നതെങ്കിൽ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ പിൻബലത്തോടു കൂടിയുള്ള ഒരു MLA ആണ് തിരുവല്ല വരുന്നതെങ്കിൽ, ആ MLAക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ സപ്പോർട്ട് എടുക്കാൻ സാധിക്കും, MLAയുടെ ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കും, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ ഉപയോഗിക്കാൻ സാധിക്കും. പ്ലസ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് വലിയൊരു ഫണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതിയിലൂടെ കൊണ്ടുവരാൻ സാധിക്കും. റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ MLA വിചാരിച്ചാൽ മാത്രം നടക്കത്തില്ല. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കൂടി വേണം. ഇവിടുത്തെ സ്റ്റേഡിയം നവീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സംസ്ഥാന സർക്കാരും വിചാരിക്കണം, കേന്ദ്ര സർക്കാരും വിചാരിക്കണം. ഇതെല്ലാം കൊണ്ടുവരാൻ ഒരു ഡബിൾ എൻജിൻ MLA തന്നെ വേണം. ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചാൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങളിൽ ഒരു അറിവ് കിട്ടി, കുറേ ആൾക്കാർക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശവും. ഈ ഇൻ്റർവ്യൂ കാണുന്ന പ്രേക്ഷകരോട്, യുവാക്കളോട്, തിരുവല്ലയിലെ ജനങ്ങളോട് ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് തിരുവല്ലയിലെ ജനങ്ങളോട്, യുവാക്കളോട് എല്ലാം വളരെ ഹൃദയം തുറന്ന് പറയാനുള്ളത്, നമ്മുടെ തിരുവല്ല ഇങ്ങനെ മതിയോ? കാരണം നമ്മുടെ തിരുവല്ല ഇങ്ങനെ മാത്രം നിൽക്കേണ്ട ഒരു തിരുവല്ലയാണോ? നമുക്കൊരു മാറ്റം കൊണ്ടുവരണ്ടേ? നമുക്ക് തിരുവല്ലയ്ക്ക് വലിയ വികസന സാധ്യതകളുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്കൊന്നും അങ്ങനെ നാടുവിട്ട് പോകേണ്ട ഒരു വലിയ ദുരവസ്ഥ നമുക്ക് ഉള്ള സ്ഥലമായിരുന്നില്ല തിരുവല്ല. പക്ഷെ എന്തുകൊണ്ടാണ് പോകേണ്ടി വരുന്നത്? അതിനൊരു മാറ്റം കൊണ്ടുവരണ്ടേ? അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരുവല്ലയിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയൊരു വികസനം കൊണ്ടുവരണം. നമ്മുടെ കാലങ്ങളായി നമ്മൾ പരിഹരിക്കേണ്ട നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നം, കർഷകരുടെ പ്രശ്നം, സാധാരണക്കാരുടെ പ്രശ്നം, ഇതെല്ലാം നമുക്ക് പരിഹരിക്കണ്ടേ? അതോടൊപ്പം തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനും നമ്മുടെ സ്റ്റേഡിയവും ഒക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കൊക്കെ നമുക്ക് ഉയർത്തണ്ടേ? അതോടൊപ്പം തന്നെ നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ അപ്പനോടും അമ്മയോടും ഒപ്പം നിൽക്കാൻ ഉള്ള വ്യവസായ സ്ഥാപനങ്ങൾ നമുക്കിവിടെ കൊണ്ടുവന്നുകൂടെ? അതുകൊണ്ട് നമ്മുടെ തിരുവല്ല ഇങ്ങനെ മതിയോ എന്ന് നമ്മൾ ആലോചിക്കണം. ഈ തിരുവല്ലയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരണ്ടേ? നമുക്കൊരു തിരുത്തിയെഴുത്ത് തിരുവല്ലയ്ക്ക് ആവശ്യമില്ലേ എന്ന് മാത്രമാണ് എനിക്ക് പ്രിയപ്പെട്ട തിരുവല്ലക്കാരോട് ചോദിക്കാനുള്ളത്. ആ മാറ്റം കൊണ്ടുവരാൻ നിങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും സാധിക്കും. കാരണം വർഷങ്ങളുടെ രാഷ്ട്രീയ പരിചയമുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കൂടി നമുക്ക് തിരുവല്ലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് മാത്രമാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്.